ಹಾರ್ದಿಕವಾದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತಾ ಇದೀಗ ಕರ್ಕಟಕ ಮಾಸದ ಔಷಧ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಕಾರ್ಯಕ್ರಮದ ಔಪಚಾರಿಕ ಆರಂಭ. ಪ್ರಾರ್ಥನಾ ಕಾರ್ಯಕ್ರಮವನ್ನು ನಿರ್ವಹಿಸುತ್ತಾರೆ ಕುಮಾರಿ ಶ್ರಾವಣ್ಯ ಕೊಂಡೆಗೂರು. വേദിയിലും സദസ്സിലുള്ള ആരാധ്യരായ മഹാജനങ്ങളെ, രാമായണത്തിൻ്റെ ഈ രടിശീലുകളാൽ സ്നേഹസാന്ദ്രമായ ഒരു പുണ്യമാസത്തിൽ പതിവ് പോലെ നാം ഇവിടെ ഒത്തുചേർന്ന് ആയുർവേദ ഉത്സവം നടത്തുകയാണ്. പതിവ് പോലെ ഒരു അവാർഡ് വിതരണവും ഇവിടെ നടക്കുന്നുണ്ട്. സർവോപരി ഓരോ വർഷം ഒന്നിനൊന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ ഔഷധ കഞ്ഞി പരിപാടിയിൽ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച വളരെ ആഹ്ലാദകരമാണ്. ഇവിടെ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം സ്വാഗത ആശംസിക്കുക എന്നുള്ളതാണ്. കാരുണ്യത്തിൻ്റെ മഹാകാശത്ത് കാരുണ്യത്തിൻ്റെ ആകാശത്തെ സുശോഭിതമാക്കിയ ഈ മണ്ണിൽ നിന്ന് ഊർജം കൊണ്ട് ധാരാളം സത്കർമ്മങ്ങൾക്ക്, ധാരാളം ജനകീയോപകാരപ്രദമായ പരിപാടികൾക്ക് നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ശ്രീ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി എന്ന് ഇനിയൊരു മുഖവിര ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി കൊണ്ടേപൂർ ശ്രീ നിത്യാനന്ദ ആശ്രമമഠാധിപതി ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി അവരുടെ ಈ ಮಹಾವೇದಿയിലേക്ക് ಸ್ವಾಗತ. ಪರಮ ಪೂಜ್ಯ ಶ್ರೀ ಗುರೂಜಿ ಅವರಿಗೆ ಶ್ರೀಯುತ ಪುಂಡಲೀಕ ಕಾഞ്ഞಂಗಾಡು ಅವರಿಂದ ಹಾರಾರ್ಪಣೆ ಮಾಡಿ ಫಲಪುಷ್ಪದಲ್ಲಿ ಗೌರವಾರ್ಪಣೆ. ಈ
ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് ഡോക്ടർ എം പി പുരാണി, പ്രസിഡന്റ് തുളുനാട് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ബാംഗ്ലൂർ ആൻഡ് ചെയർമാൻ Sharada Vidyalaya Bangalore. I am taking this opportunity to welcome Honorable Mr. M.B. Purani in this function. ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಲಿರುವ ಶ್ರೀಯುತ ಎಂ ಬಿ ಪುರಾಣಿಕ್ ಅವರಿಗೆ ಮಡಿಲು ತಂಡದ ಸದಸ್ಯರಾದ ರಾಜೇಂದ್ರ ಬಿ ಅವರು ಶಾಲೆ ನಡೆಸಿ ಗೌರವಿಸಬೇಕಾಗಿ ವಿನಂತಿ. Managing Director, Sansan Herbal Research and Pharmaceuticals, Chairman Surya Trust, Payendo. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സംഘടനയുടെ പേരിൽ സ്വാഗതം. ಸಮಾರಂಭದ ಅತಿಥಿ ಶ್ರೀ ಶಿವಪ್ರಸಾದ್ ಎಸ್ ಶಮಿ ಅವರಿಗೆ ಶ್ರೀ അടുത്തത് ശ്രീ ಡಾಕ್ಟರ್ ಅನೂಪ್ ಅವರಿಗೆ ಶ್ರೀ ವಿನೋದ್ ಕಪಿಲ ಘೋಷಾಲ ಅವರು ഈ മഹത്തായ സാംസ്കാരിക സദസ്സിനും ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജയദേവൻ കണ്ണൂർ, പ്രസിഡന്റ് നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി, പ്രാർത്ഥനാഗീതം ആലപിച്ച കുമാരി ശവണ്യ കൊണ്ടേവൂർ, ശ്രീ ശിവപ്രസാദ് എസ് ഷേണായി, MD Sunset Hotels and Chairman Surya Trust Payyanur, Sri Sharif Al, renowned traditional doctor and awardee, Sri Dr. M.B. Puranik, President, Tulunad Education Trust Bangalore, Shri Yogananda Saraswati Swami Kundavur Madhadipati, Shri Monappa Bandari XMLC, Shri Kishore Shenai MDBS Pai Limited Talasheri, Dr. Anup, Professor Sharada Ayurvedic College and Hospital Tadapadi, Shri P.R. Shetty, Trustee Kundavur Madam, അധ്യക്ഷവേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ശ്രീ നിത്യാനന്ദ യോഗാശ്രമ കുണ്ടയൂർ മഠം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഞാൻ വന്നത്. നിങ്ങൾക്കറിയാം, കർക്കിടക മാസമാണ് ഈ മാസം. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസത്തെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ഇതിനെ പഞ്ഞമാസം എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ രാമായണ മാസമായി ആചരിക്കാറുണ്ട്. അങ്ങനെ പല പല സവിശേഷതകളുമുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. രാമായണ മാസം എന്ന് പറയുമ്പോൾ ആർഷ ഭാരത സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് രാമായണം. രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ പിതൃഭക്തി.
രാമായണത്തിലാണ് മാതൃഭക്തി. അതുപോലെ തന്നെ സഹോദര സ്നേഹവും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് രാമായണത്തിലാണ്. ഭാര്യാഭർത്തൃ പ്രണയം രാമായണത്തിലെ പോലെ മറ്റൊരിടത്തും നമുക്ക് കാണാനാവില്ല. ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം, തന്റെ പ്രജകളെ ഒരു രാജാവ് എങ്ങനെ സ്നേഹിക്കണം, സേവിക്കണം, ഒരു ഭരണമാത്രം എത്രമാത്രം സുതാര്യമായിരിക്കണം, ഇതൊക്കെ രാമായണത്തിലെ പോലെ മറ്റൊരിടത്തും നമുക്ക് ദർശിക്കാനാവില്ല. അതുകൊണ്ടാണ് ആർഷ ഭാരത സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമായി രാമായണത്തെ മാറ്റിയിട്ടുള്ളത്. സ്വന്തം ഭാര്യ രാവണനാൽ മോഷ്ടിക്കപ്പെട്ട് ലങ്കയിൽ രാവണന്റെ കൂടെ കഴിയുകയാണ്. കൂടെ നല്ല ഒരു തടവറയിൽ കഴിയുകയാണ്. ആ സീതയെ വീണ്ടെടുക്കുന്ന ശ്രീരാമന് സീതയുടെ പാതിവൃത്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ ഭാര്യ കുറെ കാലം രാവണന്റെ തടവറയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്റെ ഭാര്യയിൽ തനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിലും തന്റെ പ്രജകളിൽ ഒരാൾക്ക് പോലും തന്റെ ഭാര്യയെക്കുറിച്ച് സീതയെക്കുറിച്ച് ഒരു സംശയത്തിന് ഇടം കൊടുക്കാതിരിക്കാനാണ് അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് സീതയെ വീണ്ടും ഭാര്യയായി ശ്രീരാമൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാമായണ മാസമായി ആചരിക്കുന്ന ഈ മാസം പിതൃഭക്തിയുടെ മാസമാണ്, മാതൃഭക്തിയുടെ മാസമാണ്, ഗുരുഭക്തിയുടെ മാസമാണ്, സഹോദര സ്നേഹത്തിന്റെയും ഭാര്യാഭർത്തൃ പ്രണയത്തിന്റെയും. ഒരു നാട്, ഒരു രാജാവ് എങ്ങനെ ഭരിക്കണം, തന്റെ പ്രജകളെ എങ്ങനെ സ്നേഹിക്കണം, സേവിക്കണം എന്നതിനെ കുറിച്ചൊക്കെ രാമായണത്തിലൂടെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കർക്കിടക മാസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് മനുഷ്യർക്ക് ഒരു ജന്മം മാത്രമേ ഉള്ളൂ. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പറയുന്നത് ആ ഒരു ജന്മം കിട്ടണമെങ്കിൽ എത്രയോ ജന്മം കാത്തിരിക്കണം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി എന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അത് വന്നിട്ട് വണ്ണം ലഭിച്ചു ഒരു മർത്യജന്മം. ഒരു മനുഷ്യ ജന്മം കിട്ടണമെങ്കിൽ എത്ര ജന്മം കാത്തിരിക്കണം. കാത്തിരുന്നാൽ മാത്രം പോരാ, 10 മാസം വയറ്റിൽ കിടക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്നേ മതിയാവും. 10-12 ഉണ്ണിയായിട്ടും തീരണം. 10-12 വർഷക്കാലം അച്ഛന്റെ അമ്മയുടെ സ്നേഹബാധിതമായ മക്കളായി. താഴത്ത് വെച്ചാൽ എറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. താഴത്തും തറയിലും വെക്കാതെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നൊക്കെ നോക്കി ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തിയെടുക്കുന്നതാണ്. അപ്പൊ ഒരു മനുഷ്യന് ഒരു ജന്മം കിട്ടിയാൽ ആ മനുഷ്യജന്മം ജീവിച്ചു തീർക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നു വേണം നമുക്ക് പോകാൻ. നമുക്കറിയാം, അഷ്ടാംഗ ഹൃദയം ആയുർവേദത്തിന്റെ ഔദ്യോഗികമായ ഗ്രന്ഥമാണ്. ആ അഷ്ടാംഗ ഹൃദയം പറയുന്നത്, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവനിൽ 3 രോഗങ്ങൾ അന്തർലീനമായി. ഒന്ന് വാദം, പിന്നൊന്ന് പിത്തം, 3 കഫം. ഈ 3 രോഗങ്ങൾ എല്ലാവരിലും അന്തർലീനമാണ്. ഈ 3 രോഗങ്ങളാണ് നമ്മള് പല പല രോഗങ്ങളായി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മളെ വേട്ടയാടുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇന്നത്തെ മനുഷ്യന്റെ ആധുനിക കാലഘട്ടത്തിലെ ജീവിത ശൈലിയിൽ നിന്ന് പല പല രോഗങ്ങൾ നമുക്കുണ്ടാകുന്നു. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത പല രോഗങ്ങളും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ആ രോഗങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിത ശൈലിയാണ് കാരണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് കർക്കിടക മാസം എന്ന് പറയുന്ന മാസം, ആ മാസം ആയുർവേദ ചികിത്സയുടെ ഒരു മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി കർക്കിടക മാസം സേവിക്കുന്ന 18 പച്ചമരുന്നുകൾ
ആ പച്ചമരുന്നുകളുടെ ഒരു കൂട്ടാണ്, ഒരു ആയുർവേദ കൂട്ടാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്ന ഇത്. ഇത് നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ട്, ആഗോള താപനം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരെയും പ്രകൃതിയെയും ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ കർക്കിടക മാസമാകുമ്പോൾ നമ്മുടെ ദഹനശക്തി വളരെ കുറയുന്നു, നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നു, ഞങ്ങളുടെ മനുഷ്യന്റെ ഞരമ്പുകൾക്ക് അതുപോലെ തന്നെ ജോയിന്റുകൾക്കൊക്കെ ബലക്ഷയം സംഭവിക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പൊ സ്വാഭാവികമായി ഈ മാസത്തിൽ മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യക്ഷമതയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ആയുർവേദ ചികിത്സകളാണ് കർക്കിടക മാസത്തിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ആ ചികിത്സയിലൂടെ പലപ്പോഴും നമ്മൾ കർക്കിടക മാസത്തിലാണ് സുഖവാസ സുഖചികിത്സകൾ നടത്തുന്നത്. എണ്ണത്തോണി, ആയുർവേദത്തിലെ എണ്ണത്തോണിയൊക്കെ അതിന്റെ ഭാഗമായിട്ടാണുള്ളത്. അപ്പൊ ഒരു മനുഷ്യന് പ്രതികൂലമായ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ നാശം, രോഗപ്രതിരോധ ശക്തിയുടെ നാശം, ആ നാശം തടയാനാകുന്നില്ലെങ്കിൽ രോഗം കലശലാകുകയും രോഗപ്രതിരോധ ശക്തി കുറയുകയും ചെയ്താൽ അവസാനം നമ്മൾ മരണത്തിലേക്ക് മാത്രമല്ല, ചിലപ്പോൾ മരണം സംഭവിച്ചില്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഒരു കട്ടിൽ ഇങ്ങനെ ഒരു ജീവശവമായി കിടക്കേണ്ട സ്ഥിതി നമ്മുടെ പല ആളുകൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ഒരാരോഗ്യ സംരക്ഷണത്തിന്റെ മാസമായിട്ടാണ്, ഒരു സുഖചികിത്സയുടെ മാസമായിട്ടാണ് എണ്ണത്തോണി അടക്കമുള്ള പല ചികിത്സാ സമ്പ്രദായങ്ങളും ആയുർവേദം വിധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ, ഈ കർക്കിടക രാശിയുടെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിൽ ഇത്തരം സമ്മേളനങ്ങൾ നടത്തി നമ്മൾ ജനങ്ങളെ കൂടുതൽ അവബോധം ഉണ്ടാക്കിയെടുത്ത് ആ അവബോധത്തിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കി അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രതിഭാസങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന കർക്കിടക ചികിത്സയിലൂടെ, കർക്കിടക കഞ്ഞിയിലൂടെയൊക്കെ നമ്മൾ ഈ മാസം മോചനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ കൊണ്ടേലൂർ മഠത്തിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സുമാനം കിട്ടുന്നത്. കാരണം സകല ദുഃഖങ്ങളും മറന്ന് മറ്റൊരു ലോകത്തേക്കാണ് ഞാൻ ഇവിടെ വരുമ്പോൾ പോകുന്നത്. മാത്രമല്ല, ജൈവ കൃഷിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് നമുക്കറിയാം, അരിയായാലും പച്ചക്കറികളായാലും, ഇവിടെ പശുത്തൊഴുത്തുണ്ട്, കാലിത്തൊഴുത്തുണ്ട്, ഇവിടെ കറന്നെടുക്കുന്ന പാല്, ആ പാലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മോര്, ആ മോരിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വെണ്ണ, ആ വെണ്ണയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നെയ്യ്. മാത്രമല്ല, ഇവിടെ വരുമ്പോഴൊക്കെ സ്വാമിജി അനുഗ്രഹം മാത്രമല്ല, ആഹാരം തന്ന നമ്മളെ സായുജ്യം അടയിച്ചിട്ടില്ല എന്ന് വിടാറില്ല. 1000 കന്യകമാരെ ദാനം ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ ദാനമാണ് അന്നദാനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ നമുക്ക് ഒന്നും കൊടുത്ത് സംതൃപ്തിപ്പെടുത്താനാവില്ല. എത്ര കിട്ടിയാലും മനുഷ്യന് മതി വരില്ല. 10 കിട്ടുകയും 100 മതിയെന്നും, ശതമാകും സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകുന്ന ആശ്ചര്യമെന്നതും. മനുഷ്യൻ ആർത്തിമൂത്ത് കരികാലത്ത് ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ മനുഷ്യനെ എന്തു കൊടുത്തും നമുക്ക് സംതൃപ്തിപ്പെടുത്താനാവില്ല. അവൻ മതി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ആഹാരം കൊടുത്താൽ മാത്രമേ മതി എന്ന് പറയുള്ളൂ. ഇതിനപ്പുറത്തോട്ട് ആഹാരം കഴിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് ഇവിടം വരെ കഴിക്കാം, അത് കഴിഞ്ഞാൽ മതി. പിന്നെയും കഴിക്കാൻ നിർബന്ധിച്ചാൽ ഒരു കാരണവശാലും കഴിക്കാനാവില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം കൊടുത്ത് ആ പുണ്യമായ കർമ്മം നിർവഹിക്കുന്നുവെന്ന് മാത്രമല്ല, ഒരുപാട് കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസവും സൗജന്യമായ ചികിത്സയും ഒക്കെ കൊടുക്കുന്ന
മഹത്തായ ഒരു സ്ഥാപനമാണ്. വയലാർ രാമവർമ്മ പാടിയിട്ടുണ്ട്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നോവുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ഒരാളാണ് നമ്മുടെ സ്വാമിജി എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയമെന്ന് ചങ്ങമ്പുഴയും പാടിയിട്ടുണ്ട്. കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് ജനങ്ങളോട് അഭിനയിക്കാൻ പല ആളുകളും തയ്യാറാകുമ്പോൾ, ബോധ്യപ്പെടുത്താൻ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, ആത്മാർത്ഥമായ ഹൃദയത്തോടു കൂടി ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാനും തയ്യാറായ കൊണ്ടേവൂർ ശ്രീ 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 യോഗാനന്ദ സരസ്വതി സ്വാമികളുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. നിത്യാനന്ദ സരസ്വതി സ്വാമികളുടെ പേരിൽ സ്ഥാപിച്ച ഈ മഠത്തിൽ ഇന്ന് ആയുർവേദ രംഗത്ത്, അലോപ്പതി രംഗത്ത് വിശിഷ്ടമായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള ശ്രീ ഷെരീഫ് പാലന് അദ്ദേഹത്തിന് ഇവിടെ വെച്ച് അവാർഡ് ദാനം ചെയ്യുന്നുണ്ട്. ഒരു മഹത്തരായ ചടങ്ങാണ്. അതിനുശേഷം നമ്മുടെ കർക്കിടക കന്നി, ഔഷധക്കൂട്ട് 18 കൂട്ടങ്ങൾ ചേർന്നതാണ് ഔഷധക്കൂട്ട്. ആ ഔഷധക്കൂട്ട് നിർമ്മിച്ച അല്ലെങ്കിൽ പാകം ചെയ്ത കന്നി എല്ലാവർക്കും ഈ മഠത്തിൽ നിന്ന് കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇവിടെ വരാനും ഈ ചടങ്ങിൽ സംബന്ധിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ അപൂർവമായ ഭാഗ്യങ്ങളിലൊന്നായി കണ്ടുകൊണ്ട് അവസരം ഉണ്ടാക്കി തന്ന കൊണ്ടേവൂർ യോഗാനന്ദ സരസ്വതി സ്വാമികളോടുള്ള കടമയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും സർവശക്തനായ തമ്പുരാൻ ആരോഗ്യത്തോടും ആയുസ്സിനോടുകൂടി കൂടുതൽ കാലം ജീവിക്കാൻ അനുവദിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരാൻ കൂടി അവസരം ഉപയോഗിക്കുക. പണ്ട് നമുക്കറിയാം, മഹാബലി ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു. ആ കാലം മാനവരെല്ലാവരും ഒന്നുപോലെയാണ്. ഈ മഠത്തിൽ മഹാബലി ചക്രവർത്തിയുടെ ആ തീരുമാനമാണ് ഇംപ്ലിമെന്റ് ചെയ്തു പോകുന്നത്. ഇവിടെ വരുന്നവരിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ സ്ഥാനമാനങ്ങൾ ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമില്ല. സ്വാമിജിയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും തുല്യന്മാരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14-15 പറയുന്നത് the state shall not deny to any person equality before law or equal protection of the law within the territory of India. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ സമന്മാരാണ്, തുല്യന്മാരാണ്. ഈ മഠം ആ ഭരണഘടനാനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ മഠത്തിൽ വരുന്ന എല്ലാവരും മഠത്തിനെ സംബന്ധിച്ചിടത്തോളം തുല്യന്മാരാണ്, സമന്മാരാണ്. യാതൊരു വിധമായ വിവേചനം കാണിക്കാതാണ് സ്വാമിജി കാരുണ്യം ചൊരിയുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ಮನುಷ್ಯನು ಕರ್ನಾಟಕ ಮಾಸದ ಮಹತ್ವದ ಬಗ್ಗೆ ಮತ್ತು ಆಶ್ರಮದ ನನ್ನ ನಮಸ್ಕಾರ. ವೇದಿಕೆಯಲ್ಲಿ ಆಸನರಾಗಿರುವ ಪರಮ ಪೂಜ್ಯ ಶ್ರೀ ಯೋಗಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮಿಯವರೇ, ಗೌರವಾನ್ವಿತ ಶ್ರೀ ಎಂ ಬಿ ಪುರಾಣಿಕ್ ಅವರೇ, ಗೌರವಾನ್ವಿತ ಶ್ರೀ ಎಂ ಬಿ ಆಗಿರುವ ಉಣ್ಣಿತಾನವರಿಗೆ ಮತ್ತು ಎಲ್ಲರಿಗೂ ನನ್ನ ಹೃತ್ಪೂರ್ವಕ ವಂದನೆಗಳು. ಇದಕ್ಕಿಂತ ಮುಂಚೆ ಮಲಯಾಳಮಲ್ಲಿ ಎಂ ಬಿ ಅವರು ಈ ದಿನದ ಬಗ್ಗೆ ಸ್ವಲ್ಪ ಮಾಹಿತಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ನಾನು ಈ ದಿನದ ಬಗ್ಗೆ, ಈ ದಿನ ಅಂತ ಹೇಳಿದರೆ ಈ ಋತು ಅಂದರೆ ಈ ಸೀಸನ್ ಬಗ್ಗೆ ನಾನು ಸ್ವಲ್ಪ ಮಾಹಿತಿಯನ್ನು ಕೊಡಲು ಬಯಸ್ತಾ ಇದ್ದೇನೆ.
ಸೊ ಇಲ್ಲಿ ಸ್ಟೇಜ್ ಮೇಲೆ ನೀವು ಬೋರ್ಡಲ್ಲಿ ನೋಡಿರ್ಬೋದು ಮೆಡಿಸಿನಲ್ ಆರೆಂಜ್ ಆಫ್ ಕರ್ನಾಟಕ ಮಂತ್ ಅಂತ ಬರೆದಿದ್ದಾರೆ. ಸೊ ಏನಿದು ಇದರ ಇಂಪಾರ್ಟೆನ್ಸ್ ಅಂದರೆ ಇಲ್ಲಿಯವರೆಗೆ ಇದರ ಬಗ್ಗೆ ಏನು ಹೇಳಬೇಕು ಅಂತ ಬಯಸಿದರೆ ಆಟಿ ಗಂಜಿ ಅಂತ ಹೇಳಿದರೆ ಬೇಗ ಅರ್ಥ ಆಗಬಹುದು. ಸೊ ನಾನು ಸ್ವಲ್ಪ ಇದರ ಬಗ್ಗೆ ಮಾಹಿತಿ ಕೊಡ್ತೇನೆ. ಯಾಕೆ ಇದರ ಒಂದು ಇಂಪಾರ್ಟೆನ್ಸನ್ನು ನಾವು ಈ ಋತುವಲ್ಲಿ ನಾವು ಹೇಳ್ತೀವಿ. ಸೊ ಕರ್ಕಟಕ ಚಿಕಿತ್ಸಾ ಅಂತ ನೀವು ಕೇಳಿರ್ಬೋದು. ಕರ್ಕಟಕ ಚಿಕಿತ್ಸಾ ಯಾಕೆ ಈ ತಿಂಗಳಲ್ಲಿ ನಾವು ಕರ್ಕಟಕ ಚಿಕಿತ್ಸವನ್ನು ನಾವು ಮಾಡುವ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಾಕೆ ನಾವು ಮಾಡ್ತಾ ಇದ್ದೀವಿ ಅಂತ ಹೇಳಿದರೆ, ಈ ತಿಂಗಳಲ್ಲಿ ಏನಾಗುತ್ತೆ ಅಂತ ಹೇಳಿದರೆ ನಮ್ಮ ಶರೀರದಲ್ಲಿ ದೋಷಗಳು ಯೂಶಲಿ ಜಾಸ್ತಿ ಆಗುತ್ತೆ. ಆಯುರ್ವೇದದ ಪ್ರಕಾರ 3 ದೋಷಗಳನ್ನು ನಮ್ಮ ಶರೀರದಲ್ಲಿ ಇದೆ: ವಾತ, ಪಿತ್ತ ಹಾಗೂ ಕಫ. ಸೊ ಈ ಋತುವಲ್ಲಿ ಏನಾಗುತ್ತೆ ಅಂತ ಹೇಳಿದರೆ ಎಲ್ಲ ದೋಷಗಳು ಮೇಲೆ ಅಂದರೆ ಜಾಸ್ತಿ ಆಗುತ್ತೆ ಶರೀರದಲ್ಲಿ. ಎಸ್ಪೆಷಲಿ ವಾತ ದೋಷವು ತುಂಬ ಜಾಸ್ತಿ ಆಗ್ತದೆ ನಮ್ಮ ಬಾಡಿ. ಸೊ ಅದಕ್ಕೋಸ್ಕರ ನಾವು ವಾತ ಚಿಕಿತ್ಸೆಗೆ ಪ್ರಾಧಾನ್ಯತೆಯನ್ನು ಕೊಟ್ಟು ನಾವು ಬೇರೆ ಬೇರೆ ಚಿಕಿತ್ಸಾ ವಿಧಾನವನ್ನು ನಾವು ಮಾಡ್ತೇವೆ. ಸೊ ಕೇವಲ ಚಿಕಿತ್ಸೆ ಮಾತ್ರ ಅಲ್ಲ, ನಾವೊಂದು ಕರ್ಕಟಕ ವಿಧಿ ಅಂತ ಹೇಳಿದರೆ ಇದಕ್ಕೆ ಆಹಾರ, ವಿಹಾರ ಹಾಗೂ ಔಷಧ, ಈ 3 ಏನು ಪ್ರಾಧಾನ್ಯತೆಯನ್ನು ನಾವು ಕೊಡಬೇಕಾಗುತ್ತೆ. ಆಹಾರ, ವಿಹಾರ ಹಾಗೂ ಔಷಧಕ್ಕೆ ನಾವು ಪ್ರಾಧಾನ್ಯತೆ ಕೊಡಬೇಕು. ಆಹಾರದಲ್ಲಿ ನಾವು ಇಲ್ಲಿ ಇವತ್ತು ಏನು ಆಹಾರವನ್ನು ವಿತರಣೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ ಅದು ನಮ್ಮ ಕರ್ಕಟಕ ಮಾಸದಲ್ಲಿ ಆಗುವಂತಹ ಏನು ಸಮಸ್ಯೆಗಳಿದೆ ಅದಕ್ಕೆ ತೊಂದರೆ ಆಗದ ಹಾಗೆ ಅದು ನಮ್ಮನ್ನು ಹೆಲ್ಪ್ ಮಾಡ್ತದೆ. ಸಿಮನಲ್ಲಿ ವಿಹಾರ ಅಂತ ಹೇಳಿದರೆ ನಾವು ಯಾವ ಥರ ನಾವು ನಮ್ಮ ರೆಜಿಮೆನನ್ನು ನೋಡ್ತೀವಿ, ವಿಹಾರಗಳನ್ನು ನಾವು ಯಾವ ಥರ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದರೆ. ಸೊ കർക്കടക എന്തിനു കർക്കടക എന്നുള്ളത് ഹിന്ദുവിനൊരു ജീവകാരുണ്യം, മുസ്ലിംസിനൊരു ജീവകാരുണ്യം ഈ രൂപത്തിലായി മാറി. നോ, വളരെ തെറ്റാണത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് പറയുമ്പോൾ അതൊരു മതത്തിൻ്റെ വാക്കല്ല. ലോകത്തിൽ നമ്മളുടെ കാരണവന്മാർ പ്രചരിപ്പിച്ച ഒരു സംഗതിയാണ്. ലോകത്തുള്ള എല്ലാവർക്കും നന്മ ചെയ്യുക. അവിടെ മനുഷ്യനെ മാത്രമല്ല, പശുക്കളായാലും ഉറുമ്പുകളായാൽ പോലും ഒക്കെ തന്നെ ഭക്ഷണം കൊടുക്കുന്നത് ഒരു ധർമ്മമാണ്. ആ ധർമ്മം അനുഷ്ഠിക്കുന്ന ഈ സ്ഥാപനത്തെ എങ്ങനെയാണ് എനിക്ക് പ്രശംസിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഔഷധക്കഞ്ഞിയുടെ പ്രത്യേക രൂപം എൻ്റെ കയ്യിലുണ്ട്. അത് ഈ വേദിയിൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ സംഗതി ഇതിൽ പങ്കെടുത്ത എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിലിരിക്കുന്നുണ്ട്. വേദിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ദീർഘായുസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയിക്കുന്നു. പൂജ്യ യോഗാനന്ദ സരസ്വതി സ്വാമികളുടെ പാതാരവിന്ദങ്ങൾ പ്രണാമം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ സംസാരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കണം. ഇപ്പം നമ്മൾ കുറച്ചൊരു ശ്വാസം വിടാം. ഇവിടെ ഉള്ളവർ എന്നെക്കാളും മുന്നേ സംസാരിച്ചവർ പറഞ്ഞു മനുഷ്യജന്മം മഹത്താണ്. നമുക്ക് തോന്നുന്നുണ്ടല്ലേ മനുഷ്യജന്മം മഹത്താണ് എന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്നുണ്ട്. കാരണം മനുഷ്യനല്ലാത്ത മറ്റ് ജീവികൾക്കുള്ളതിനേക്കാളും എന്തൊക്കെയോ കൂടുതൽ നമുക്ക് ഉണ്ട് എന്നുള്ള അറിവ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ മഹത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ പറഞ്ഞു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ പൂർവജന്മ സുഹൃതം വേണം. സുഹൃതം കൊണ്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് ഞാൻ വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരും എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ജനങ്ങളാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാ ജനങ്ങളാണ്. മനുഷ്യനെ മാത്രമല്ല ജനങ്ങൾ എന്ന് പറയുന്നത്. ജനാർദ്ദനൻ എന്ന് ഭഗവാനൊരു പേരുണ്ട്. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ
ജനങ്ങളെ അർദ്ധനം ചെയ്യുന്ന, അങ്ങനെയാണല്ലോ 21ാമത്തെ നാമാണ് ഭഗവാന്റെ ജനാർദ്ദനൻ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആൾ. ജനങ്ങളുടെ ഉള്ളിൽ എന്താണ്? നമ്മളെ ഉള്ളിൽ എന്താണ്? അജ്ഞാനം മാത്രമേ ഉള്ളൂ, ജ്ഞാനം നമുക്കില്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അജ്ഞാനികളായിട്ടാണ് ജനിക്കുന്നത്. ഭഗവാൻ നമ്മുടെ ഹൃദയകമലത്തിൽ, നമ്മൾ പറയുന്നില്ലേ, ഹൃദയകമല മധ്യേ നിവാസി അനന്ത കല്യാണം ഗുണപരിപൂർണ ക്ഷീരാബ്ദിശായി ശ്രീ വിഷ്ണു പ്രേരണയാ ശ്രീ വിഷ്ണു പ്രീത്യർത്ഥം എന്നാണ് നമ്മൾ സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ നമ്മൾ ജപിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം തന്നിട്ടുള്ളത്. അല്ലാതെ വേറെ കാര്യങ്ങൾ സംസാരിക്കാനും വേറെ കാര്യങ്ങൾ ചെയ്യാനും അല്ല ഭഗവാൻ നമുക്ക് ഈ മനുഷ്യജന്മം തന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പല രീതിയിലും വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു ഒരു മനുഷ്യനെന്ന് വെച്ചാൽ സുഹൃതിയാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊന്നും സുഹൃതമല്ല ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തികളൊന്നും സുഹൃതമാണെന്ന് അവനവനോട് ചോദിച്ചാൽ തന്നെ അറിയാം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ അകത്തു നിന്ന് പറയും. ശരിയാണെങ്കിൽ ശരി എന്ന് പറയും, തെറ്റാണെങ്കിൽ തെറ്റും തന്നെ അകത്തുനിന്ന് ഒരു സത്യം പറയും. അപ്പൊ ഒരു മനുഷ്യന് എന്താ വേണ്ടത്? ഒരു മനുഷ്യന് വേണ്ടത് എന്താണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാം? എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? മനുഷ്യന് വേണ്ടത്, ആദ്യമായി വേണ്ടത് ഭഗവാന്റെ അനുഗ്രഹമാണ്. നമ്മൾ നാട്ടിൽ പറയും ചില ആൾക്കാർ, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, എന്ത് നോക്കിയാലും ശരിയാവുന്നില്ല, എനിക്ക് ദൈവാധീനമില്ല എന്ന് പറയും. ദൈവാധീനമില്ല എന്ന് പറയുന്നതിൻ്റെ, നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത് ആദ്യം ദൈവാധീനമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും എപ്പോഴും സുഗമമായി ചെയ്യാൻ പറ്റും. അതിന് പൈസയുടെ കാര്യമോ വിലയുടെ കാര്യമോ നിലയുടെ കാര്യമോ ഒന്നുമില്ല. സാധാരണ ഒരു ജീവൻ, ഒരു സാധാരണക്കാരന് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അവൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം സുഖമായി നടന്നു പോകാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വ്യഗ്രത, ഈ ഭാവം ഭഗവാനോടായാലോ അതന്നെ ഗുരു നമുക്കുണ്ടായത്, അത് തന്നെ ഭൂതാനത്തിനുണ്ടായത്. അറ്റാച്ച് ആവണം മറ്റുള്ളവരുമായിട്ട്, അറ്റാച്ച് ആവണം, അറ്റാച്ച് ആവണം. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിർത്തണം. പക്ഷെ അധികമാവാനും പാടില്ല. ഭഗവാനോട് എത്രയും അധികമായിക്കോ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഭഗവാനെ സമർപ്പിച്ചോളൂ. അത് എന്തും ആയിക്കോട്ടെ, ഭഗവാനെ നാമസ്മരണം ചെയ്ത് ഭഗവാൻ അർപ്പിച്ചിട്ട് കഴിച്ചോളൂ. ಅದು ನಿವೇದ್ಯಮಾನ ಅದೆಲ್ಲಾಯಿಲ್ಲ ನನಗೆ ವೇದಿಕೆ ಕಾಯಿದ್ದಾರೆ ಸುಸ್ತದೆ ಎನ್ನುವಂತಹ ಆಶಯದೊಂದಿಗೆ ಕೊಂಡಿಯೂರು ನಿತ್ಯಾನಂದ ಯೋಗಾಶ್ರಮ ಹೇಗೆ ಪೂರಕವಾಗುವಂತಹ ಎನ್ನುವ ನಿಟ್ಟಿನಲ್ಲಿ ಒಂದಷ್ಟು ಮಾತುಗಳನ್ನು ಹಂಚಿಕೊಂಡಂತಹ ಶ್ರೀಯುತ ಕಿಶೋರ್ ಶೆಣೈ ಇವರಿಗೆ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗವಾಗಿ ಅಧ್ಯಕ್ಷೀಯ ಮಾತುಗಳು. ಈ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿಕೊಂಡಂತಹ ಕ್ಷೇತ್ರದ ಅಧಿದೇವತೆ ಗಾಯತ್ರಿ ಮಾತೆಗೆ ವಂದಿಸುತ್ತಾ, ನನಗೆ ಮಲಯಾಳದಲ್ಲಿ ಅರ್ಥ ಆಗ್ತದೆ, ಶೆಣೈ ಅವರು ಹೇಳಿದ್ದು ಮಾತಾಡಲಿಕ್ಕೆ ಅಷ್ಟು ಸ್ಪಷ್ಟ ಬರುವುದಿಲ್ಲ. ಇಲ್ಲಿ ಯಾರಾದರೂ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲದಿದ್ರೆ ಸ್ವಲ್ಪ ನನ್ನ ಈ ಹಿಂಸೆಯನ್ನು ಸಹಿಸಿಕೊಳ್ಬೇಕು ನೀವು ಕನ್ನಡದಲ್ಲಿ. ಆದರೆ ಪರಮ ಪೂಜ್ಯ ಗುರುಗಳು ಕೊಂಡವರಿನ ಸ್ವಾಮಿಗಳು ಒಬ್ಬ ಸಿದ್ಧ ಪುರುಷ ಅಂತ ನಾವು ಕರೀತೇವೆ. ನಾವು ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಹಿರಿಯರ ಪ್ರತ್ಯೇಕ ಹೆಸರು ಹೇಳುವುದಿಲ್ಲ. ಸ್ವಾಮಿಗಳು ಹೇಳಿದಾರೆ ಇಷ್ಟು ಸಮಯದೊಳಗೆ ಮುಗಿಬೇಕು ಅಂತ. ಅವರನ್ನು ಯಾಕೆ ಸಿದ್ಧ ಪುರುಷ ಅಂತ ನಾನು ಕರೀತೇನೆ ಅಂತಂದ್ರೆ, ಕೆಲವರಿಗೆ ಗೊತ್ತಿದೆ ಈ ಕ್ಷೇತ್ರದ ಬಗ್ಗೆ, ಗುರುಗಳ ಬಗ್ಗೆ ಭಕ್ತಿಯಿಂದವರು ಯಾವ ರೀತಿಯಲ್ಲಿ ಈ ಕ್ಷೇತ್ರವನ್ನ ಆರಂಭ ಮಾಡಿದರು. ಅವರಿಗೆ ಪೂರ್ವಾಶ್ರಮದಲ್ಲಿ ಒಂದು ಪರಂಪರೆ ಇಲ್ಲ, ಗುರುಗಳಿಲ್ಲ, ಪೀಠ ಇಲ್ಲ. ಆದರೂ ಕೂಡ ಸ್ವಯಂ ಪ್ರೇರಣೆಯಿಂದ ಈ ಜಾಗಕ್ಕೆ ಬಂದು ನಿತ್ಯಾನಂದ ಗುರುಗಳ ಒಂದು ಪ್ರೇರಣೆ ಹಾಗೆ ಕ್ಷೇತ್ರವನ್ನ, ಮಠವನ್ನ ಆರಂಭ ಮಾಡಿ. ಆರಂಭದ ದಿನಗಳಲ್ಲಿ ನಾನು ಬಂದಿದ್ದೇನೆ. ಹೆಚ್ಚು ಜಾಗ ಇರಲಿಲ್ಲ. ಈ ಕನಿಷ್ಠ ಜಾಗದಲ್ಲಿ ಎಲ್ಲ ವ್ಯವಹಾರವನ್ನು ಮಾಡ್ತಾ ಸಮಾಜಕ್ಕೆ ಪೂರಕವಾದಂತಹ ಜೀವನವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಯಾರು ಜಗತ್ತಿನಲ್ಲಿ ಗೌರವವನ್ನು ಸಂಪಾದನೆ ಮಾಡ್ತಾರೆ,
ಮನುಷ್ಯರು ಮಾತ್ರ ಅಲ್ಲ, ಒಬ್ಬ ಜೀವಿ ಇರಲಿ, ನಿರ್ಜೀವಿ ಇರಲಿ, ನದಿ ಇರಲಿ, ಬೆಟ್ಟ ಇರಲಿ, ಮರ ಇರಲಿ, ಮನುಷ್ಯ ಇರಲಿ, ಪಶು ಇರಲಿ, ಇನ್ನೊಬ್ಬರಿಗೋಸ್ಕರ ಬದುಕುವಂತಹ ಜೀವಿಗೆ ಅಥವಾ ನಿರ್ಜೀವಿಗೆ, ಆ ವಸ್ತುವಿಗೆ ನಾವು ಬಹಳ ಪೂಜ್ಯತೆಯನ್ನು ಕೊಡ್ತೇವೆ, ಗೌರವವನ್ನು ಕೊಡ್ತೇವೆ. ಒಂದು ನಾಯಿ ಆಗ್ಲಿ, ಒಂದು ಎರೆಹುಳ ಆಗ್ಲಿ, ಒಂದು ಬ್ಯಾಕ್ಟೀರಿಯಾ ಆಗ್ಲಿ, ಅಥವಾ ಒಂದು ಚಿಕ್ಕ ಗಿಡ ಆಗಲಿ, ಜನ್ಮ ತಾಳಿದ ನಂತರ ಅದು ಬದುಕ್ತದೆ. ಬದುಕುವಂತಹದ್ದು ಅದರ ಗುಣ. ಭಗವಂತ ಕೊಟ್ಟಿದ್ದಾನೆ ಸೃಷ್ಟಿ ಮಾಡುವಾಗ, ಹೇಗಾದ್ರೂ ಬದುಕು ಆ ವ್ಯವಸ್ಥೆಯನ್ನು. ಆದರೆ ತಾನು ಬದುಕುವ ಜೊತೆಗೆ ಇನ್ನೊಬ್ಬರಿಗೂ ಬದುಕಲಿಕ್ಕೆ ಅವಕಾಶ ಕೊಡಬೇಕು. ತಾನು ನೊಂದರೂ ತೊಂದರೆ ಇಲ್ಲ, ತಾನು ಕಷ್ಟಪಟ್ಟರೂ ತೊಂದರೆ ಇಲ್ಲ, ನನ್ನಿಂದಾಗಿ ಇನ್ನೊಂದು ಜೀವಿಗೆ, ಇನ್ನೊಂದು ವ್ಯಕ್ತಿಗೆ ಏನಾದರೂ ಸಹಾಯ ಆಗಲಿ ಎನ್ನುವ ದೃಷ್ಟಿಯಿಂದ ಯಾರು ಜೀವಿಸ್ತಾನೆ ಅವನನ್ನ ಸಮಾಜ ಗೌರವಿಸ್ತದೆ, ಅವನನ್ನು ಪೂಜ್ಯ ಭಾವನೆಯಿಂದ ನೋಡುತ್ತದೆ. ಗುರುಗಳು ಆ ರೀತಿಯಲ್ಲಿ ಈ ಒಂದು ಕ್ಲಿಷ್ಟ ಪ್ರದೇಶ ಆಗಿದ್ದ ಪರಿಸ್ಥಿತಿ ಈಗ ವ್ಯತ್ಯಾಸ ಆಗಿದೆ. ಒಂದು ದೊಡ್ಡ ಕ್ರಾಂತಿಯನ್ನು ಸ್ವಾಮಿಗಳು ಭಕ್ತರ ಸಹಕಾರದಿಂದ ಮಾಡಿದ್ದಾರೆ. ಯಾಕೆ ಈ ಮಾತನ್ನು ಹೇಳ್ತೇನೆ ಅಂತಂದ್ರೆ, ಕೇವಲ ಆಧ್ಯಾತ್ಮಿಕ ಮಾತ್ರ ಅಲ್ಲ, ಗೋಶಾಲೆ, ಔಷಧೀಯ ಸಸ್ಯಗಳ ವನ, ಶಾಲೆ, ಅದೇ ರೀತಿಯಲ್ಲಿ ಗೋಮೂತ್ರದಿಂದ ತಯಾರು ಮಾಡಿದಂಥ ಔಷಧಗಳು, ಈಗ ಆಯುರ್ವೇದದ ಒಂದು ಸಾಧನೆ, ಕ್ಯಾಂಪ್ಗಳನ್ನು ಮಾಡ್ತಾ ಎಲ್ಲ ವಿಚಾರಗಳನ್ನು ಕೂಡ ಸಮಾಜಕ್ಕೆ ತಿಳಿಸುವಂತ ಒಂದು ದೊಡ್ಡ ಕೆಲಸವನ್ನ ಸ್ವಾಮಿಗಳು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಬಂಧುಗಳೇ, ನಮ್ಮದು ಒಂದು ತಲಪಾಡಿಯಲ್ಲಿ ಆಯುರ್ವೇದ ವಿದ್ಯಾಲಯ ಇದೆ. ಡಾಕ್ಟರ್ ಅನೂಪ್ ಬಂದಿದ್ದಾರೆ, ಮಾತಾಡಿದ್ರೆ ನನ್ನ ಶಿಷ್ಯ, ನನ್ನ ಮಕ್ಕಳು ಬಂದಿದ್ದಾರೆ, ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಸ್ಟೂಡೆಂಟ್ಸ್ ಬಂದಿದ್ದಾರೆ. ನನಗೆ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದ ಬಗ್ಗೆ ಹೇಗೆ ಮೆಚ್ಚುಗೆ ಆಯ್ತು ಅಂತ ಹೇಳಿದ್ರೆ, ಏನೂ ಒಂದು ರೆಕಾಗ್ನಿಷನ್ ಇಲ್ಲದ ಒಬ್ಬ ವ್ಯಕ್ತಿ ನಾನು ಜೀವನದಲ್ಲಿ ಸಾಧನೆ ಮಾಡಿದ್ದೇನೆ ಅನ್ನುವಂಥ ದೃಷ್ಟಿಯಿಂದ ಶರೀಫ್ ಸಾಹೇಬರು ಅವರ ಮಾತು ಕೇಳಿದೆ. ನನಗೆ ಹೆಚ್ಚು ಸಾಧನೆ ಗೊತ್ತಿಲ್ಲ, 1200 ಸಸ್ಯಗಳ ಬಗ್ಗೆ ಗೊತ್ತು. ಎತ್ತರ ಪ್ಲಾಂಟ್ಸ್ 1200. ಅವ್ರು ಕೇಳಿದೆ ಸುಮಾರು 1200 ಔಷಧೀಯ ಸಸ್ಯಗಳ ಬಗ್ಗೆ ಅವರಿಗೆ ಗೊತ್ತಿದೆ. ನಮ್ಮ ಆಯುರ್ವೇದದಲ್ಲಿ ಏನು ಹೇಳ್ತಾರೆ ಅಂತಂದ್ರೆ, ಔಷಧೀಯ ಗುಣ ಇಲ್ಲದ ಸಸ್ಯಗಳೇ ಇಲ್ಲ. ಒಂದಲ್ಲ ಒಂದು ರೀತಿಯಲ್ಲಿ ಅದರಲ್ಲಿ ನಮಗೆ ಬೇಕಾದಂತ ಔಷಧ ಇದೆ. ಬಂಧುಗಳೇ, ಈ ನಾಟಿ ವೈದ್ಯರು ಪರಂಪರಾಗತವಾಗಿ ಅಜ್ಜನಿಂದ ಹೀಗೆ ಬಂದಂತಹ ಈ ವೈದ್ಯಕೀಯ ಪದ್ಧತಿಯನ್ನ ಬಹಳ ಗೌರವದಿಂದ ಮಾಡ್ತವೆ. ಎಷ್ಟೋ ಕಡೆ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಕೆಲವು ಔಷಧಕ್ಕೆ ಹಿರಿಯರಿಂದ ಬಳವಳಿಯಾಗಿ ಬಂದಂತಹ ಆ ಸಿದ್ಧ ಔಷಧವನ್ನು ಕೊಡ್ತಾರೆ. ಫಾರ್ ಎಕ್ಸಾಂಪಲ್, ಜಾಂಡೀಸಿಗೆ ಇಂಗ್ಲಿಷ್ನಲ್ಲಿ ಮದ್ದಿಲ್ಲ ಇದ್ರೂ ಕೂಡ, ಇಲ್ಲಿ MBBS ಡಾಕ್ಟರ್ ಇದ್ರೆ ಕ್ಷಮಿಸಬೇಕು, ಸ್ವಲ್ಪ ಬಿ ಕಾಂಪ್ಲೆಕ್ಸ್ ಕೊಡ್ತಾರೆ, ಹಾಗೆ ಎಲ್ಲ ಕೊಡ್ತಾರೆ. ಆದ್ರೆ ಅದನ್ನ ನೇರವಾಗಿ ಗುಣಪಡಿಸುವಂತ ಇಲ್ಲ. ನಮ್ಮ ನೆಲನೆಲ್ಲಿ ಅಂತ ಬರ್ತದೆ, ಅದಕ್ಕೆ ಏನು ಆಯುರ್ವೇದದಲ್ಲಿ ಹೇಳ್ತಾರೆ ಗೊತ್ತಿಲ್ಲ, ಅದರಿಂದ ಒಂದು ಕಷಾಯವನ್ನು ಮಾಡುವಂತಹದ್ದು. ಈ ರೀತಿ ಪ್ರಕೃತಿಯಿಂದ ಸಿಗುವಂತಹ ಕೆಲವು ಅಮೂಲ್ಯ ವಸ್ತುಗಳನ್ನ ಅವರ ಪರಂಪರೆಯಲ್ಲಿ ಅವರ ಹಿರಿಯರು ಯಾರೋ ಕೆಲವು ಔಷಧೀಯ ಗುಣಗಳನ್ನ ಸಂಗ್ರಹಿಸಿ ಜೋಪಾನ ಮಾಡಿ ಅದನ್ನು ಪ್ರಯೋಗ ಮಾಡ್ತಾ ಇದ್ರು. ಅದರಲ್ಲಿ ಸಿದ್ಧಿಯನ್ನು ಹೊಂದಿದ್ರು. ನನ್ಗೆ ಗೊತ್ತಿದೆ, ನನ್ನ ಬಾಲ್ಯದಲ್ಲಿ ಈ ಸರ್ಪ ಸುತ್ತಿಗೆ ಇಂಗ್ಲಿಷ್ನಲ್ಲಿ ಅಷ್ಟು ಸುಲಭದಲ್ಲಿ ಇಲ್ಲ ಔಷಧ. ಆದರೆ ನಮ್ಮ ನಾಟಿ ವೈದ್ಯರು, ಹಳ್ಳಿಯ ವೈದ್ಯರಿದ್ದಾರೆ, ಒಳ್ಳೆಯ ರೀತಿಯ ಔಷಧಿಯನ್ನು ಕೊಟ್ಟು 15 ದಿವಸದಲ್ಲಿ ಗುಣ ಮಾಡ್ತಾರೆ. ಆದರೆ ನಮ್ಮ ದೌರ್ಭಾಗ್ಯ ಏನು ಅಂತಂದ್ರೆ,
ನಮ್ಮ ಹಿರಿಯರಿಂದ ಪರಂಪರಾಗತವಾದಂತಹ ಈ ಔಷಧೀಯ ಸಸ್ಯಗಳು, ಔಷಧಗಳು, ಅದು ಎಷ್ಟೋ ಜನ ತಮ್ಮ ಒಳಗೆ ಇಟ್ಟುಕೊಂಡು ತಾವು ಸಾಯುವ ಮೊದಲು ಮಗನಿಗ ಸೊಸೆಗ ಹೇಳುವಂತ, ಅದು ಕೊಟ್ಟರೆ ಅದರ ಫಲ ಹೋಗ್ತದೆ ಅಥವಾ ಅದು ಕೆಟ್ಟ ರೀತಿಯಲ್ಲಿ ಉಪಯೋಗ ಆಗ್ತದೆ ಅಂತೇಳಿ ನಂದು ಯೋಚನೆ ಇದೆ. ಈ ಪಾರಂಪರಿಕ ವೈದ್ಯರನ್ನು, ಅವರನ್ನ ನಾಟಿ ವೈದ್ಯರು ಅಂತ ಕರೀತಾರೆ. ತಪ್ಪದೆ ನಾಟಿ ವೈದ್ಯರು ಅಂದ್ರೆ ಅವರಿಗೂ ಕೂಡ ಒಂದು ಸಾಧನೆ ಸಿದ್ಧಿ ಇದೆ. ಅಂಥವರೆಲ್ಲ ಒಟ್ಟು ಸೇರಿ ಅಲ್ಲಲ್ಲಿ ಕಾನ್ಫರೆನ್ಸ್ಗಳು, ಎಲ್ಲ ಚಿಂತನ ಮಂಥನಗಳು ನಡೀತಾ ಇವೆ. ನಾನು ಹೇಳುವುದು ಇಷ್ಟೇ, ಸರ್ಕಾರ, ಬೇರೆ ಬೇರೆ ಸಂಸ್ಥೆಗಳು ಇಂತಹ ಸಾಧಕರನ್ನು ಗುರುಸಿ ಒಮ್ಮೆ ಸ್ವಾಮಿಗಳು ತನ್ನಿಂದ ಸಾಧ್ಯ ಇದ್ದಷ್ಟು ಸಹಕಾರವನ್ನ ಅಂತ ಕುಟುಂಬಕ್ಕೆ ಮಾಡ್ತಾರೆ. ವಿಶೇಷ ಪೇಟೆಂಟ್ ಇಲ್ಲ, ಲಾಭ ಇಲ್ಲ, ಪ್ರಚಾರ ಮಾಡಲಿಕ್ಕೆ ಕಮರ್ಷಿಯಲ್ ಅಡ್ವರ್ಟೈಸ್ಮೆಂಟ್ ಇಲ್ಲ, ಬಾಯಿಂದ ಬಾಯಿಗೆ ಹೋಗಿ ಇಂತಹ ವ್ಯಕ್ತಿ ಈ ಕಾಯಿಲೆಗೆ ಔಷಧ ಕೊಡ್ತಾನೆ ಅಂತ ಅನ್ನುವಂತ ನಂಬಿಕೆ ಮೇಲೆ ಬರ್ತಾರೆ. ಬಂದವರಿಂದ ಸಾವಿರಗಟ್ಟಲೆ ಒಂದು ನರ್ಸಿಂಗ್ ಹೋಮ್ನಲ್ಲಿ, ಒಂದು ಮೆಡಿಕಲ್ ಕಾಲೇಜಿನಲ್ಲಿ ವಸೂಲು ಮಾಡಿದಾಗ ವಸೂಲು ಮಾಡೋದಿಲ್ಲ, ಎಷ್ಟೋ ಅಷ್ಟಿಷ್ಟು ಸಂಭಾವನೆಯನ್ನು ತಕೊಂಡು ಅವರು ಔಷಧ ಮಾಡ್ತಾರೆ. ಆದರೆ ವೈಯಕ್ತಿಕ ಜೀವನದಲ್ಲಿ ಅವರಿಗೆ ತುಂಬ ಕಷ್ಟ ಇದೆ, ಆರ್ಥಿಕ ಸಮಸ್ಯೆ ಇದೆ. ಒಂದು ಪಕ್ಷ ನಮ್ಮ ಶರೀಫ್ ಸಾಹೇಬರಿಗೆ ಸ್ವಲ್ಪ ಆರ್ಥಿಕ ಸಹಕಾರವನ್ನು ಕೊಟ್ಟರೆ ಅವರ ಕುಟುಂಬದ ನಿರ್ವಹಣೆಗೆ ಬೇಕಾದಂತಹ ಒಂದು ಅನುಕೂಲತೆ ಮಾಡಿಕೊಟ್ಟಿದ್ರೆ ಅವರಿಂದ ಇನ್ನೂ ಹೆಚ್ಚು ಸಾಧನೆಯನ್ನ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ನಮ್ಮ ಸುತ್ತಮುತ್ತ ಇರತಕ್ಕಂಥ ಎಲ್ಲ ನಾಟಿ ವೈದ್ಯರನ್ನ, ಅವರು ಸಂಗ್ರಹಿಸಿದಂತಹ ಗಿಡಗಳನ್ನ ನಾವು ಪರಿಚಯ ಮಾಡಿಸುವಂತ ಪ್ರಯತ್ನ ಮಾಡಬೇಕು. ನನ್ನ ಹಳ್ಳಿಯಲ್ಲಿ, ಕಾಪು ಉಡುಪಿಯ ಹತ್ತಿರ ನನ್ನ ಹಳ್ಳಿ, ನನ್ನ ಬಾಲ್ಯದಲ್ಲಿ ಪಶುಗಳಿಗೆ ವೆಟರ್ನರಿ ಆಸ್ಪತ್ರೆ ಇರಲಿಲ್ಲ. ಅಲ್ಲಿ ಒಬ್ಬರು ವೈದ್ಯರಿದ್ರು, ನಾಟಿ ವೈದ್ಯರು. ಅವರು ಈ ಬೇರು ಅಥವಾ ಚಕ್ಕೆ, ತೊಗಟೆ, ಕಾಯಿ, ಎಲೆ ಇದನ್ನೆಲ್ಲ ಸಂಗ್ರಹಿಸಿ ಆ ಪಶುಗಳಿಗೆ, ಅವರ ಹೊಟ್ಟೆ ನೋವಿಗೆ, ಅದಕ್ಕೆ ತೊಂದರೆಗೆ ಔಷಧವನ್ನು ಕೊಡ್ತಾ ಇದ್ರು. ಬಹಳ ಯಶಸ್ವಿ ನಾಟಿ ವೈದ್ಯರು. ಮನುಷ್ಯರಿಗೆ ಮಾತ್ರ ಅಲ್ಲ, ಪಶುಗಳಿಗೆ ಕೊಡ್ತಕ್ಕಂಥ ನಾಟಿ ವೈದ್ಯರು ನಮ್ಮಲ್ಲಿ ಇದ್ದಾರೆ. ಅವ್ರ ಬಗ್ಗೆ ಒಳ್ಳೆಯ ಮಾಹಿತಿಯನ್ನು ಗುರುಗಳು ಸಂಗ್ರಹ ಮಾಡಿದ್ದಾರೆ. ಇವತ್ತು ನಾನು ವಿಶೇಷವಾಗಿ ಇಲ್ಲಿ ಬಂದು ಯಾಕೆ ಅಂತಂದ್ರೆ, ಶರೀಫರಂತಹ ಒಬ್ಬ ವೈದ್ಯನನ್ನು, ನಾಟಿ ವೈದ್ಯರನ್ನ ಕರೆಸಿ ನೂರಾರು ಸಸ್ಯಗಳನ್ನ ಹುಡುಕಿ, ಅವರು ಹೇಳಿದ್ರು ಅವರ ಭಾಷಣದಲ್ಲಿ, ದಕ್ಷಿಣ ಕನ್ನಡ ಮತ್ತು ಕೇರಳದ ಈ ಭಾಗದಲ್ಲಿ, ಕನ್ನಡ ಭಾಗದಲ್ಲಿ ನನ್ನಿಂದ ಆಗುವಂತಹ ಸಹಕಾರ ಮಾಡ್ತೇನೆ, ನನಗೆ ಅವರಿಂದ ಸಹಕಾರ ತಗೊಳ್ಬೇಕು. ಅನೂಪ್ ಅದ್ರ ಬಗ್ಗೆ ಮತ್ತು ಅದನ್ನು ನೋಡ್ತಾ ಇದ್ದಾರೆ. ನಾನು ಅವ್ರಿಗೆ ಹೇಳಿದ್ದೀನಿ, ದಯವಿಟ್ಟು ಅವರ ವಿಳಾಸ ಸಂಗ್ರಹ ಮಾಡಿ, ಅವರಲ್ಲಿರ್ತಕ್ಕಂಥ ಏನು ಸಂಪತ್ತಿದೆ, ನನ್ನಲ್ಲಿ ಕೂಡ ಸ್ವಲ್ಪ ಜಾಗ ಇದೆ, ನಾನು ಆಯುರ್ವೇದ ಕಾಲೇಜಿಗೆ ಬೇಕಾದಂಥ ಒಂದು ಔಷಧಿಯ ವನವನ್ನ ಮಾಡಿದ್ದೇನೆ, ಇನ್ನಷ್ಟು ಜಾಗ ಕೊಡ್ತೇನೆ. ಅದರಲ್ಲಿ ನಮ್ಮಲ್ಲಿ ಒಂದು ಹೆಚ್ಚು ಕಡಿಮೆ 70-75 ಎಕರೆ ಜಾಗ ಇದೆ. ಎಲ್ಲ ಕಡೆ ಬಿಲ್ಡಿಂಗ್ ಇಲ್ಲ. ಕೆಲವು ಯೋಗ್ಯವಾದಂತಹ ಜಾಗದಲ್ಲಿ ಇಂತಹ ಗಿಡಮೂಲಿಕೆಗಳನ್ನ ನೆಟ್ಟು ಅದರ ಔಷಧವನ್ನು ಸಂಗ್ರಹ ಮಾಡಿ ರೋಗಿಗಳಿಗೆ ಕೊಡ್ತಕ್ಕಂಥದ್ದು, ನಮ್ಮ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಅದನ್ನು ತಿಳಿಸುವಂತಹ ಕೆಲಸ ನಮ್ಮಿಂದ ಆಗಬೇಕು. ಗಾಯತ್ರಿ ಮಂತ್ರದಲ್ಲಿ ಬರುವಂತ ಒಂದಿದೆ, ಎಂದು ಧೀಯೋ ಯೋ ನ ಪ್ರಚೋದಯ. ಜಗತ್ತಿನ ಎಲ್ಲ ಒಳ್ಳೆಯ ವಿಚಾರಗಳು ಬರಲಿ, ನನ್ನ ಕಡೆಗೆ ಹರಿದು ಬರಲಿ. ಹರಿದು ಬರುವುದು ಮಾತ್ರ ಅಲ್ಲ, ಅದು ನನ್ನ ಆತ್ಮವನ್ನ, ನನ್ನ ಮನಸ್ಸನ್ನ ಪ್ರಚೋದನೆ ಮಾಡಲಿ. ನನ್ನ ಅಂತ ಹೇಳಿಲ್ಲ, ನಮ್ಮ ಅಂತ ಹೇಳಿಲ್ಲ, ಬಹುವಚನ. ನಮ್ಮ ಸನಾತನ ಧರ್ಮದಲ್ಲಿ, ಹಿಂದೂ ಧರ್ಮದಲ್ಲಿ ನಾನು ಎನ್ನುವಂತಹ ಶಬ್ದ ಇಲ್ಲ. ಶೆಣೆ ಹೇಳಿದ್ದೀಗ ನಾನು ಎನ್ನತಕ್ಕಂಥದ್ದಿಲ್ಲ. ನಾವು, ನಮಗೆ, ನಾವು ಎನ್ನುವಂತಹ ಶಬ್ದದಲ್ಲಿ
ಮನುಷ್ಯರು ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ಜೊತೆ ಬಾಳತಕ್ಕಂಥ ಎಲ್ಲ ಪಶು ಪಕ್ಷಿ ಸಸ್ಯ ಇದೆಲ್ಲವನ್ನೂ ಸೇರಿ ನಮ್ಮ ಪ್ರಪಂಚ, ನಮ್ಮ ಬಾಳು, ನಮ್ಮ ಸಮಾಜ ಇದವನ್ನ ರಕ್ಷಿಸುವಂತಹ ವಿಶೇಷವಾದಂತಹ ಜವಾಬ್ದಾರಿ. ಅದರ ಜೊತೆ ಈ ಕರ್ಕಾಟಕ ಮಾಸ ಹೇಗೆ ನೋಡಿ, ನಮ್ಮಲ್ಲಿ ಹೇಗೆ ಗೊತ್ತಿಲ್ಲ, ನಾಡ್ದು ಆಟಿ ಅಮಾವಾಸ್ಯೆಯ ದಿವಸ ಪಾಲೆ ಕೆತ್ತೆ ನಮ್ಮಲ್ಲಿ ಬಹಳ ಪ್ರಚಲಿತ. ಬೆಳಿಗ್ಗೆ ಬೇಗ ರಾತ್ರಿ ಎದ್ದು ಆ ಪಾಲೆ ಮರದ ತೊಗಟೆಯನ್ನು ಸಂಗ್ರಹ ಮಾಡಿ, ತುಂಬಾ ಹಾಲಿರ್ತದೆ ಆಗ, ಮಿಲ್ಕಿ ಜ್ಯೂಸ್ ಇದ್ದ, ಅದನ್ನು ಸಂಗ್ರಹ ಮಾಡಿ ಹಿಂದಿನ ರಾತ್ರಿ ಆಗಬೇಕು, ಸೂರ್ಯೋದಯಕ್ಕಿಂತ ಮೊದಲು ಅದಕ್ಕೆ ಒಳ್ಳೆ ಮೆಣಸು, ಜೀರಿಗೆ, ಬೆಳ್ಳುಳ್ಳಿ ಎಲ್ಲ ಹಾಕಿ ಒಳ್ಳೆಯ ಕಷಾಯವನ್ನು ಮಾಡಿ ಈ ಆಟಿ ತಿಂಗಳಿನಲ್ಲಿ ಕೊಡ್ತಾರೆ. ಅದಕ್ಕೆ ವಿಶೇಷವಾದಂಥ ಆ ಗಿಡಕ್ಕೆ ವೈದ್ಯಕೀಯ ಶಕ್ತಿ, ರೋಗವನ್ನು ಗುಣಪಡಿಸುವಂಥ ಶಕ್ತಿ ಇದೆ. ಹಾಗೆ ಈ ಕರ್ಕಾಟಕ ಮಾಸ ಕೇರಳದಲ್ಲಿ ನಾನು ಹುಟ್ಟಿ ಬೆಳೆದವ, ಮಧ್ಯ ಕೇರಳದಲ್ಲಿ ತ್ರಿಶೂರ್ ಜಾಗದಲ್ಲಿದ್ದೇನೆ. ಅಲ್ಲಿ ಇದ್ದಷ್ಟು ಆಯುರ್ವೇದ ಔಷಧಿ, ನಾಟಿ ಔಷಧಿಗೆ ನಮ್ಮ ಕರ್ನಾಟಕದಲ್ಲಿ ಜಾಗ ಇಲ್ಲ. ನಾವು ಕೊನೆಗೆ ಆಯುರ್ವೇದಕ್ಕೆ ಹೋಗೋದು, ಅದರ ಮೊದಲು ಇಂಗ್ಲಿಷನ್ನೆಲ್ಲ ಸ್ಟಡಿ ಮಾಡೋದು, ಏನೆಲ್ಲ ಸಾಧ್ಯ ಉಂಟು ಅದು ನೋಡಿ ಮತ್ತೆ ಅದರಿಂದ ಗುಣ ಆಗದಿದ್ದರೆ ಮತ್ತೆ ಆಯುರ್ವೇದನ, ಯುನಾನಿಯ, ಈ ನಾಟಿ ವೈದ್ಯ ಹೋಗುವ ಅಂತ ಆ ಥರದ ಮಾನಸಿಕತೆ ಇದೆ. ಆದರೆ ಪರಮ ಪೂಜ್ಯ ಸ್ವಾಮಿಗಳು ತನ್ನ ಈ ಪರಿಸರದಲ್ಲಿ ಗೋವನ್ನು ಸಾಕ್ತಾರೆ. ಗೋವಿನಿಂದ ಏನು ಸಮಾಜಕ್ಕೆ ನಿನ್ನೆಲ್ಲ ಮೊನ್ನೆ ಒಬ್ರು ವ್ಯಕ್ತಿಗಳು ಹೇಳಿದ್ರು, ಕೇಂದ್ರ ಸರ್ಕಾರ ಕೂಡ ಗೋ ಸಂರಕ್ಷಣೆಗೆ, ಗೋ ವಧೆಗೆ, ನಿಷೇಧಕ್ಕೆ ಕಾನೂನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಹೇಗೆ ಅಂತಂದ್ರೆ, ಇವತ್ತು ನಾವು ಹೇಳ್ತೇವೆ ನಮ್ಮ ಮಣ್ಣು ಹಾಳಾಗ್ತಾ ಇದೆ, ಕೃತಕ ಗೊಬ್ಬರಗಳನ್ನ ಅಥವಾ ಸ್ಪ್ರೇ ಮಾಡಿ ಮಣ್ಣು ಸತ್ವವನ್ನ ಕಳ್ಕೊಂಡಿದೆ. ಮಣ್ಣಿನ ಗುಣವನ್ನ, ಸಮತೋಲತೆಯನ್ನು ಕಾಪಾಡಬೇಕಿದ್ರೆ ಇರತಕ್ಕಂಥ ಒಂದೇ ಒಂದು ಸಾಧನ ಅಂತಂದ್ರೆ ಹಸುವಿನ ಗೊಬ್ಬರ, ಹಸುವಿನ ಸೆಗಣಿ. ಆ ಗೊಬ್ಬರವನ್ನು ಉಪಯೋಗಿಸಿದಾಗ ಮಾತ್ರ ಮಣ್ಣು ತಾನು ಕಳೆದುಕೊಂಡಂತಹ ಗುಣವನ್ನ ಮರು ಪಡೀಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಇಲ್ಲದಿದ್ರೆ ಇವತ್ತು ನಮ್ಮ ಮಣ್ಣು, ಸಾಮಾನ್ಯವಾಗಿ ನಾವು ಕೃಷಿ ಮಾಡುವಂತಹ ಮಣ್ಣು ಬಂಜರು, ಅದರಲ್ಲಿರುವಂತಹ ಶಕ್ತಿಯನ್ನ ಎಲ್ಲ ಹೀರಿ ಯಾವುದೋ ಒಂದು ಆಸಿಡ್, ಯಾವುದೋ ಆಮ್ಲ ಗುಣವನ್ನು ಮಾಡಿ ನಿಷ್ಪ್ರಯೋಜಕ ವಸ್ತುವಾಗಿ ನಾವು ಮಾಡಿದ್ದೇವೆ. ನಮ್ಮ ಗುಣ ಏನು ಅಂತಂದ್ರೆ, ಒಂದು ಹಸು 5 ಲೀಟರ್ 2 ಲೀಟರ್ ಹಾಲು ಕೊಡ್ತಾರೆ ಅಂದ್ರೆ ಅದರಿಂದ 5 ಲೀಟರ್ ಹಾಲು ಹೇಗೆ ತೆಗೆಯೋದು? ಎಷ್ಟು ಸಾಧ್ಯ ಉಂಟ ಅಷ್ಟನ್ನು ನಾವು ಸಂಗ್ರಹಿಸುವ. ಒಂದು ಮರದಲ್ಲಿ, ಒಂದು ಮಣ್ಣಿನಲ್ಲಿ ಕೃಷಿ ಮಾಡುವಾಗ ಹೆಚ್ಚು ಇಳುವರಿ ಆಗಬೇಕು, ಹೆಚ್ಚು ಫಲವನ್ನು ಪಡೆಯಬೇಕು ಎಂಬ ದೃಷ್ಟಿಯಿಂದ ಆ ಮಣ್ಣಿನ ರಚನೆಯನ್ನ, ಮಣ್ಣಿನ ಸತ್ವವನ್ನ ನಾವು ಹಾಳು ಮಾಡತಕ್ಕಂಥ ದುಷ್ಟ ಬುದ್ಧಿ ಈ ಮನುಷ್ಯ ಜೀವಿಗಿದೆ. ಮನುಷ್ಯನಷ್ಟು ಸ್ವಾರ್ಥಿ, ಮನುಷ್ಯನಷ್ಟು ಕೇಳುವಂತ ಪ್ರಾಣಿ ಜಗತ್ತಿನಲ್ಲಿ ಬೇರೆ ಇಲ್ಲ, ಮನುಷ್ಯನೇ. ಹಾಗೆ ಅಂತಹ ಮನುಷ್ಯನಿಗೆ ಒಳ್ಳೆಯ ಬುದ್ಧಿ, ತಾನು ಮಾತ್ರ ಅಲ್ಲ ತನ್ನ ಜೊತೆ ಇತರರನ್ನು ಬದುಕಿಸಬೇಕು. ಇತರ ಪ್ರಾಣಿ ಪಕ್ಷಿ ಸಸ್ಯಗಳು ಕೂಡ ತಾನು ಚೆನ್ನಾಗಿರ್ಬೇಕಿದ್ರೆ, ತಾನು ಸುಖವಾಗಿರ್ಬೇಕಿದ್ರೆ ತಾನು ಒಬ್ಬನೇ ಸಾಲದು. ತನ್ನ ಕುಟುಂಬ ಮಾತ್ರ ಅಲ್ಲ, ಈ ಸಮಾಜ ಮಾತ್ರ ಅಲ್ಲ, ಇಲ್ಲಿ ಭಗವಂತನ ಸೃಷ್ಟಿಯಲ್ಲಿ ಇರತಕ್ಕಂಥ ಎಲ್ಲ ಪಶು ಪಕ್ಷಿ, ಅದೇ ರೀತಿ ವೃಕ್ಷ, ಗಿಡ, ಮರ, ಹುಲ್ಲು, ಎಲ್ಲ ಪ್ರಾಣಿಗಳು ಕೂಡ ನಾವು ಬದುಕಿ ಒಂದು ತರದ ಸಾಮರಸ್ಯದ ಜೀವನವನ್ನು ಮಾಡಿದಾಗ ಮಾತ್ರ ನಾವು ಈ ಭೂಮಿಯಲ್ಲಿ ಶಾಶ್ವತವಾಗಿ ಬದುಕುವುದು. ಇವತ್ತಿನ ದಿನ ಹಲವಾರು ವೈದ್ಯರನ್ನ, ಹಲವಾರು ಔಷಧೀಯ ಕಂಪನಿಗಳನ್ನ ತರಿಸಿಕೊಟ್ಟು ಅವರಿಂದ ಔಷಧಿಯ ಪರಿಚಯ ಮತ್ತೆ ಅವರಿಂದ ನಾಲ್ಕು ಒಳ್ಳೆಯ ಮಾತು
ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಸಾಧನೆ ಮಾಡಿದಂತಹ ವ್ಯಕ್ತಿಗಳನ್ನು ಕರೆದು ಅವರಿಗೆ ಗೌರವ, ಅವರಿಗೆ ಒಂದು ಸ್ಥಾನಮಾನ ಕೊಡ್ತಕ್ಕಂಥ ಕೆಲಸವನ್ನ ಪೂಜ್ಯ ಗುರುಗಳು ಮಾಡಿದ್ದಾರೆ. ಅವರ ಜೊತೆ ಹಲವಾರು ಮಂದಿ ಕೈ ಜೋಡಿಸಿದ್ದಾರೆ. ನನ್ನನ್ನು ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರಲಿಕ್ಕೆ ಹೇಳಿ ಲೆಕ್ಕಕ್ಕಿಂತ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಮಾತಾಡಿದೆ, ಅದನ್ನು ಕ್ಷಮಿಸಬೇಕು ಅಂತ ಹೇಳ್ತಾ, ಗುರುಗಳ ಗಾಯತ್ರಿ ಮಾತೆಯ, ಅಲ್ಲಿರ್ತಕ್ಕಂತಹ ಗೋಮಾತೆಯ ಸಂಪೂರ್ಣ ಆಶೀರ್ವಾದ ನಮ್ಮ ಮೇಲೆ ಇರಲಿ. ನೀವೆಲ್ಲ ಭಗವಂತನ ಒಂದು ಅಂಶವನ್ನು ಹೊಂದಿದ ಕಾರಣ ನೀವೆಲ್ಲರೂ ಕೂಡ ನಮ್ಮನ್ನು ಹರಿಸಬೇಕು ಅಂತ ಹೇಳಿ ನನ್ನ ಮಾತಿನಿಂದ ವಿರಮಿಸ್ತೇನೆ. ಜೈ ಹಿಂದ್. ಆಚಾರ್ಯ ಮೋಕ್ಷ ದೇವೋ ನಾರಾಯಣ ಶ್ರೀಶಃ ದೇವಿಯ ಶ್ರೀ ಗುರು ಶಿವ. ಕರ್ನಾಟಕ ಮಾಸದ ಔಷಧಿ ಗಂಜಿ ಕಾರ್ಯಕ್ರಮದ ಪ್ರಯುಕ್ತ ನಾವೆಲ್ಲ ಇಲ್ಲಿ ಸೇರಿದ್ದೇವೆ. ನಮ್ಮ ಭಾರತೀಯ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಪ್ರತಿಯೊಂದು ಜೀವರಾಶಿಯ ಅಭ್ಯುದಯವನ್ನು ಲಕ್ಷ್ಯವಿಟ್ಟುಕೊಂಡು ಒಂದು ಒಳ್ಳೆಯ ದಾರಿಯನ್ನು ಕೊಟ್ಟಿದೆ. ಆಗ್ಲೇ ನಮ್ಮ ಶರೀಫ್ ವೈದ್ಯರು ಹೇಳಿದ್ದು ಲೋಕಾಹ ಸಮಸ್ತ ಸುಖಿನೋ ಭವಂತು ಎಂದು. ಇದು ಯಾವುದೇ ಜಾತಿಗೂ ಮತಕ್ಕೂ ಸೀಮಿತವಾದದಲ್ಲ, ಎಲ್ಲಾ ಜೀವರಾಶಿಗಳ ಅಭ್ಯುದಯಕ್ಕಾಗಿ. ಯಾವ ಒಳ್ಳೆ ಒಳ್ಳೆ ಕೆಲಸಗಳು ಈ ಜಗತ್ತಿನ ಕಲ್ಯಾಣಕ್ಕೆ ಬೇಕಾಗಿದೆಯೋ ಅದು ನಾವು ನೀವೆಲ್ಲ ಸೇರಿ ಮನುಷ್ಯರು ಮಾಡಬೇಕಾದ್ದು. ಒಂದು ಕ್ಷೇತ್ರ ಅಂದ್ರೆ ಅದಕ್ಕೆ ಅನೇಕ ಅರ್ಥಗಳಿದೆ. ಒಂದು ದೇಗುಲವನ್ನು ಕ್ಷೇತ್ರ ಅಂತ ಕರೀತಾರೆ, ಇನ್ನೊಂದು ಹೊಲವನ್ನು, ಗದ್ದೆಯನ್ನು ಕ್ಷೇತ್ರ ಅಂತ ಕರೀತಾರೆ. ನಮ್ಮ ದೇಹವನ್ನು ಅಷ್ಟೇ ಕ್ಷೇತ್ರ ಅಂತ ಕರೀತಾರೆ. ಕ್ಷತಾತ್ ರಾಯತೆ ಇದು ಕ್ಷೇತ್ರ. ಕೆಳಗೆ ಬೀಳುವುದರಿಂದ ಉದುರಿಸುವುದಕ್ಕೆ ಕ್ಷೇತ್ರ ಅಂತ. ಕ್ಷಯಾತ್ ರಾಯತೆ ಇದು ಕ್ಷೇತ್ರ ಎಂದು ಉಂಟು. ಕ್ಷಯಗೊಳ್ಳುವುದರಿಂದ, ಕರಗಿ ಜೀರ್ಣಿಸಿ ಹೋಗುವುದರಿಂದ ರಕ್ಷಿಸುವುದು ಅಂತ. ನಮ್ಮ ಹೃದಯವೂ ಒಂದು ಕ್ಷೇತ್ರ. ನಮ್ಮ ಹೃದಯದಲ್ಲಿ ನಾವದನ್ನು ಹೊಲ ಎಂಬ ಅರ್ಥದಲ್ಲಿ ತಗೊಂಡ್ರು ವಿಶಿಷ್ಟವಾಗಿದೆ. ನಮ್ಮ ಅಂತರಂಗದಲ್ಲಿ ಯಾವ ಭಾವದ ಬೆಳೆಯನ್ನು ಬೆಳೆಯುತ್ತೇವೆ ಅದು ಒಳ್ಳೆಯದೋ ಕೆಟ್ಟದ್ದೋ ಅದೇ ಹುಲುಸಾಗಿ ಅಲ್ಲಿ ಸಿಕ್ಕುವಂತದ್ದು. ಒಂದು ಮುಷ್ಟಿ ಭತ್ತವನ್ನ ನಾವು ಗದ್ದೆಯಲ್ಲಿ ಬಿತ್ತಿದ್ರೆ ಆ ಒಂದು ಮುಷ್ಟಿ ಭತ್ತ ಒಂದು ಮೂಟೆಯಷ್ಟು ಬೆಳೆಯನ್ನು ಕೊಡುತ್ತದೆ. ಹಾಗೆ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ವಾತ್ಸಲ್ಯ, ಪ್ರೇಮ, ಪ್ರೀತಿ ಇದನ್ನ ಬಿತ್ತಿದ್ರೆ ಅದು ರಾಶಿಯಾಗಿ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಬೆಳೆಯುತ್ತದೆ. ಅಕಸ್ಮಾತ್ ಇಂದ ಒಳ್ಳೆಯದನ್ನು ನಾವು ಬೆಳೆದಿಲ್ಲ ಅಂದ್ರೆ, ಗದ್ದೆಯಲ್ಲಿ ಕೃಷಿ ಮಾಡದ ಗದ್ದೆ ಅಂತ ನಮಗೆ ಪ್ರತ್ಯೇಕ ಬೋರ್ಡ್ ನೋಡ್ಬೇಕು ಅಂತ ಇಲ್ಲ, ಧಾರಾಳ ಕಳೆಗಳೇ ಇದು ಕೃಷಿ ಮಾಡದ ಭೂಮಿ ಅಂತ ಗೊತ್ತು ಮಾಡುತ್ತದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಹೇಗೆ ಕೃಷಿ ಮಾಡದಿದ್ರೆ ಕಳೆಗಳು ಹುಟ್ಟಿಕೊಳ್ತದೋ ಹಾಗೆ ಒಳ್ಳೆಯ ಭಾವವನ್ನು ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಬೆಳೆಯದಿದ್ರೆ ಅಲ್ಲಿ ಬೇಡದ ಕಳೆಗಳು ಹುಟ್ಟಿಕೊಳ್ತದೆ. ಹಾಗಾಗಿ ನಮ್ಮ ಅಂತರಂಗದಲ್ಲಿ ಒಳ್ಳೆಯ ಬೆಳೆಗಳು ಯಾವುದು ಎಂದು ನಾವು ಹುಡುಕಿ ಅದನ್ನ ಕೃಷಿ ಮಾಡಬೇಕು. ಒಂದಾಗಿ ಮೊದಲನೇದಾಗಿ ದೇವರ ನಾಮಸ್ಮರಣೆ. ಇದು ಎಷ್ಟು ಬಿತ್ತೇವೋ ಅದು ಪ್ರತಿ ಜನ್ಮಕ್ಕೂ ನಮಗೆ ಸಂಬಂಧವಿರುವ ಕಾರಣ ದೇವರು ಎಂಬುದಕ್ಕೆ ಪ್ರಥಮ ಆದ್ಯತೆಯನ್ನು ಕೊಡಬೇಕು. ನಾವು ಸಮಾಜದಲ್ಲಿ ಬೇರೆ ಬೇರೆ ಸೇವೆ ಮಾಡುವಾಗ ಇದು ದೇವರ ಪೂಜೆಗೆ ಸಮಾನವಾದ್ದು ಅಂತ ಹೇಳ್ತೇವೆ ವಿನಃ ಒಬ್ಬ ಬಡವನ ಸೇವೆಗೆ ಸಮಾನವಾದ್ದು ದೇವರ ಪೂಜೆ ಅಂತ ಹೇಳುವುದಿಲ್ಲ. ದೇವರ ಪೂಜೆಯ ಮಹತ್ವ ಇದೆ, ಆ ಮಹತ್ವತೆ ಇನ್ನೊಂದರಲ್ಲಿ ನಾವು ಕಾಣ್ತೇವೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಯಾವುದು ಒಳ್ಳೆಯದನ್ನು ನಾವು ಮಾಡಬೇಕಾಗಿದೆಯೋ ಅದನ್ನು ಎಂದರೂ ಮಾಡಲೇಬೇಕು. ಇವತ್ತು ಶರೀರ ಮಾತ್ರ ಕಲು ಧರ್ಮ ಸಾಧನ ಅಂತ ನಮ್ಮ ಸುಭಾಷಿತ ನಮಗೆ ಹೇಳಿಕೊಡ್ತದೆ. ಆದರೆ ಶರೀರ ಒಳ್ಳೆಯ ಸಾಧನಕ್ಕೆ ಬೇಕಾದದ್ದು ಹೌದು, ಅಗತ್ಯವಾದದ್ದು. ಆದರೆ ಈ ಶರೀರ ಸಂರಕ್ಷಣೆ ವಿಷಯದಲ್ಲಿ ನಾವೆಲ್ಲ ಬೇಜವಾಬ್ದಾರಿಯಿಂದ ವರ್ತಿಸ್ತೇವೆ. ಹಿತವಾದ ಆಹಾರ, ಮಿತವಾದ ಆಹಾರ ಇದು ನಮ್ಮ ಜೀವನದಲ್ಲಿ ನಾವು ಅಳವಡಿಸಬೇಕಾಗಿತ್ತು. ಆದರೆ ಇದನ್ನು ನಾವು ಮರೆತು ಮೂಗಿನವರೆಗೂ ನಾವು ತುಂಬಿಸಿಕೊಳ್ತೇವೆ.
ಇದರಿಂದ ನಮ್ಮ ಆರೋಗ್ಯ ಕೆಟ್ಟು ಹೋಗ್ತದೆ. ಆರೋಗ್ಯ ಹೋದ್ರೆ ಮತ್ತೆ ಯಾವುದೇ ಇದ್ದು ಫಲವಿಲ್ಲ. ಹಾಗಾಗಿ ಆರೋಗ್ಯದ ಬಗ್ಗೆ ನಾವು ಹೆಚ್ಚಿನ ಗಮನಿಸಬೇಕು. ಈ ನಿಟ್ಟಿನಲ್ಲಿ ನಮ್ಮ ಅಡುಗೆ ಕೋಣೆ ಔಷಧಾಲಯ ಆಗಬೇಕು. ಔಷಧಾಲಯ ಅಡುಗೆ ಕೋಣೆ ಆಗಬಾರದು. ಔಷಧಾಲಯ ನಮ್ಮ ಅಡುಗೆ ಕೋಣೆಯೇ ಆಗಬೇಕು. ನಮ್ಮ ಅಡುಗೆ ಕೋಣೆಯಲ್ಲಿ ಮಾಡುವಂತ ಆಹಾರಗಳೆಲ್ಲ ನಮ್ಮ ದೇಹಕ್ಕೆ ಯಾವುದು ಸ್ವಾಸ್ಥ್ಯತೆಯನ್ನು ಹೆಚ್ಚು ಮಾಡುತ್ತದೋ ಅದು ನಾವು ಮಾಡಬೇಕು. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಇವತ್ತು ನಿಮಗೊಂದು ಪ್ರಾತ್ಯಕ್ಷಿಕೆಯಾಗಿ, ವರ್ಷದ ಒಂದು ದಿನಕ್ಕೆ ಸೀಮಿತವಲ್ಲ, ನಿಮ್ಮ ಹಿತ್ತೆಲ್ಲ ಸುತ್ತ ಇರುವಂತಹ ಅಂಗಳದಲ್ಲೆಲ್ಲ ಬೆಳೆಯುವ ಕಳೆಗಳನ್ನು ಕಿತ್ತು ಬಿಸಾಡುವ ಸಸ್ಯಗಳೆಲ್ಲ ಅದು ಕಳೆಗಳಲ್ಲ, ನಮ್ಮ ದೇಹಕ್ಕೆ ಪೂರಕವಾಗಿರುವಂತಹದ್ದು. ಭಗವಂತ ನಮ್ಮ ಪರಿಸರದಲ್ಲೇ ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಹಾಗಾಗಿ ನಮ್ಮ ಸುತ್ತಮುತ್ತಲ ಕಳೆ ಗಿಡಗಳ ವಿಶೇಷತೆಯನ್ನು ನಾವು ತಿಳ್ಕೊಳ್ಬೇಕು. ಅಲ್ಲದೆ ಅದರಲ್ಲಿ ವಿಷವೂ ಇರ್ತದೆ. ಅದನ್ನ ಪಾಚಕ ಮಾಡಿ ನಾವು ತಿಂದ್ರೆ ಅಪಾಯ ಇದೆ. ಆದರೆ ಗಿಡಗಳ ಪರಿಚಯವನ್ನ ತಿಳ್ಕೊಂಡು ನಾವು ನಮ್ಮ ಅಡುಗೆ ಕೋಣೆಯಲ್ಲಿ ಅದನ್ನು ಬಳಸುವ ಮೂಲಕ ಎಲ್ಲರೂ ದೀರ್ಘ ആയുഷ്യದೊಂದಿಗೆ ആരോഗ്യದೊಂದಿಗೆ ബതുಕೊಂತ ಆಗಬೇಕು. നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്ന കലികാലമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് അമ്പലത്തിനെയും ക്ഷേത്രം എന്ന് പറയുന്നു, കൃഷിഭൂമിയെയും ക്ഷേത്രം എന്ന് പറയുന്നു, നമ്മളെ ഹൃദയത്തെ ദേഹത്തിനെയും ഹൃദയം ഇതിനെയും ക്ഷേത്രം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് കൃഷിഭൂമി, കൃഷി ചെയ്യാതെ കൃഷിഭൂമി എന്ന് അവിടെ എന്തെങ്കിലും ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. കൃഷി ചെയ്യാതെ ഭൂമി കളകൾ നിറഞ്ഞു മലിനമായി കിടക്കുന്നു. എവിടെ കൃഷി ചെയ്യുന്നോ ആ ഭൂമി നല്ല ഭംഗിയായിരിക്കും, വൃത്തിയായിരിക്കും. അവിടെ വേണ്ടാത്തതൊന്നും ഉണ്ടാവില്ല, വേണ്ടതേ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഹൃദയം നമ്മൾ കൃഷിഭൂമിയായി കരുതിയാൽ ഈ കൃഷിഭൂമിയിൽ നമ്മൾ നല്ല കൃഷി ചെയ്യണം. ഷരീഫ് വൈദ്യർ അതാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ ഹൃദയത്തിൽ നല്ല കൃഷി എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ക്ഷേത്രം ക്ഷതാദ്രായതിലേക്ക് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷതം വീഴുന്നതിൽ നിന്ന് ഉദ്ധരിക്കുന്ന, രക്ഷപ്പെടുന്നത് അതാണ് ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ കൃഷി ചെയ്യേണ്ടത് ആദ്യ കൃഷി ഈശ്വര വിശ്വാസമാണ്, ദൈവഭക്തി, ഭഗവാന്റെ സ്മരണം, നാമസ്മരണം. അതിന്റെ കൂടെ ജീവകാരുണ്യ പ്രവർത്തനം, സ്നേഹം, വാത്സല്യം, ഭക്തി നിറഞ്ഞ ഹൃദയം എന്ന് ഒരു വ്യക്തിക്കും ദ്രോഹം ചെയ്യില്ല. അതുകൊണ്ട് നല്ല സദ്ഭാവം നിറഞ്ഞ വ്യക്തിത്വം നമ്മളതാവണം. നമ്മുടെ വീട്ടില് പാചകം ചെയ്യുന്ന അടുക്കള ഔഷധാലയമാകണം. അല്ലാതെ ഔഷധാലയം നമ്മളെ അടുക്കള ആവാൻ പാടില്ല. അടുക്കളയിൽ പാചകം ചെയ്യുന്ന വയറു നിറയെ കഴിക്കുന്ന ആഹാരമാണ്, പക്ഷെ ഇന്ന് വയറു നിറയെ കഴിക്കുന്ന ഔഷധമാണ്. അതുകൊണ്ട് നമ്മളെ ഔഷധാലയം അടുക്കളയായി മാറുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യസ്തമായ കാലാവസ്ഥയിൽ നമ്മൾ തിരിച്ച് നമ്മുടെ പൂർവ്വകാലത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങണം. ഇങ്ങനെ ഒരു നല്ല ദൗത്യത്തിനെയും നല്ല ഒരു നേതൃത്വം നൽകി നമ്മളെ കൂടെ നിൽക്കുന്നത് ഡോക്ടർ സജീവാണ്. അദ്ദേഹം കളകളല്ല ഇത് വിളകളാണ് എന്നുള്ള ഒരു വിമർശത്തോടെ സമൂഹത്തിൽ നല്ല മാറ്റം കൊണ്ടുവരുന്നു. അത് കാരണമാണ് ഈ മഠത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനൊരു ദൗത്യം നിർവഹിക്കാൻ പറ്റി. അതിന്റെ കൂടെ നമ്മളെ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി എല്ലാ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ ചെയ്യുന്ന ഒറ്റക്കെട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള നല്ലൊരു കാര്യം ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഉച്ചവരെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നല്ല ഔഷധങ്ങൾ ആഹാരങ്ങളായി കിട്ടണമെന്ന് നല്ല അധ്വാനിച്ചു. ഇവർക്കൊക്കെ അഭിവാദനങ്ങൾ പറയുന്നത്. നമ്മൾ ഇന്ന് ആദരിച്ച ഷരീഫ് വൈദ്യർ നല്ലൊരു വ്യക്തിത്വമാണ്. നമ്മൾ ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ 7 അമ്പലങ്ങൾ കെട്ടി പുണ്യമുണ്ടെന്നാണ് നമ്മൾ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പരിസ്ഥിതിയെ നമ്മൾ ನನ್ನಾಗಿ വളർത്തണം, ಸಂರಕ್ಷಿക്കണം. ನಾವು ಪ್ಲಾಸ್ಟಿಕ್ ಮುಕ್ತವಾದ ಪರಿಸರವನ್ನು ನಿರ್ಮಾಣ ಮಾಡಬೇಕು. ಸಾಧ್ಯವಾದಷ್ಟು ಪ್ಲಾಸ್ಟಿಕ್ ನಿಂದ ನಾವು ದೂರ ನಿಲ್ಲಬೇಕು. ಸಾಧ್ಯವಾದಷ್ಟು ಗಿಡ ಮರಗಳನ್ನು ನಡಬೇಕು. ಇದು ದೇಗುಲ ನಿರ್ಮಾಣ ಮಾಡಿದಷ್ಟು ಪುಣ್ಯವಿದೆ. ನಾವು ಪೂರ್ವಜನ್ಮ ಪುನರ್ಜನ್ಮದ ಬಗ್ಗೆ ನಂಬಿಕೆ ಇರುವುದು. ನಾವು ಇವತ್ತು ಮಾಡುವ ಕರ್ಮ ಏನಿದೆ ಅದನುಸರಿಸಿಕೊಂಡು ಮತ್ತೊಂದು ಜನ್ಮ ನಮಗೆ ಬರುತ್ತದೆ ಅಂತ ಆದ್ರೆ ನಾವು ಇವತ್ತು ಒಳ್ಳೆ ಪರಿಸರವನ್ನು ನಿರ್ಮಾಣ ಮಾಡಿದರೆ ಮುಂದೆ ಒಳ್ಳೆ ಪರಿಸರದಲ್ಲೇ ನಾವು ಹುಟ್ಟಿ ಬರ್ತೇವೆ. ನಮಗೆ ಒಳ್ಳೆ ಪರಿಸರ ನಮಗೆ ಬೇಕು. ಇಷ್ಟು ಮಾತ್ರವಲ್ಲ, ನಮ್ಮ ಪೂರ್ವಜರು ನಮಗೆ ಒಳ್ಳೆ ಪ್ರಕೃತಿಯನ್ನು ನಮ್ಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ನಮ್ಮ ಭವಿಷ್ಯದ ಪೀಳಿಗೆಗೆ ಆ ಒಳ್ಳೆ ಪ್ರಕೃತಿಯನ್ನು ನಾವು ಜವಾಬ್ದಾರಿಯಿಂದ ಹಸ್ತಾಂತರ ಮಾಡಬೇಕು.
നമ്മൾ പൂർവികന്മാർക്ക് നമ്മൾ നല്ല അന്തരീക്ഷം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തെ അടുത്ത ഭാവി വരുന്ന തലമുറകൾക്ക് അതിനെ നന്നായി ഹസ്താന്തരം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഈ വൈദ്യം അല്ല ഈ ആയുർവേദം ഈ നല്ല സസ്യ സംസ്കാരത്തെയും ഭാരതീയ സനാതന സംസ്കാരത്തെയും നമ്മൾ നിലനിർത്തിക്കൊണ്ട് ലോക നന്മയ്ക്ക് നമ്മൾ ജീവിക്കാൻ പ്രവർത്തിക്കാൻ ഈശ്വരാനുഗ്രഹം അവിടെ നമുക്ക് ഉണ്ടാകും. എല്ലാവർക്കും നന്നാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഷരീഫ് വൈദ്യരെ നിങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ എന്നും ഉണ്ടാകും എന്ന് പറയുന്നത് മാത്രമല്ല, ശുദ്ധം ഒരു കുറ്റി പോലത്തെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. നമ്മൾ എന്നെന്നും അദ്ദേഹം നമ്മള് പിന്തുണയായി അദ്ദേഹത്തിന് പ്രവർത്തനം ഉണ്ടാവും. നമ്മളെ പടത്തിലെ ആയുർവേദ വനം ഔഷധ വനത്തിനെ നിങ്ങളാണ് ചുക്കാണി പിടിക്കണം എന്ന് ഈ സമയത്ത് ഒരു ഉത്തരവാദിത്വം പറയുന്നു. അതിന്റെ കൂടെ നമ്മള് ഇന്ന് ഈ വൈദ്യ സമൂഹം എല്ലാം ചേർന്ന് എന്തൊക്കെ ഈ കാലത്ത് നമ്മൾ കണ്ണ് ഇല്ലാതാവുന്നു അതിന് പിടിച്ചെടുത്ത് നമ്മൾ പ്രവർത്തിക്കാൻ ലോകം തന്നെ നമ്മളത് എന്നുള്ള ഭാവത്തിൽ നമ്മൾ മുന്നോടി വെക്കാൻ ನಮ್ಮ ಅಧ್ಯಕ್ಷತೆಯ ಭಾಷಣದಲ್ಲಿ ನಮ್ಮ ಪಾರಂಪರ್ಯ ವೈದ್ಯರು ಈ ನಮ್ಮ ಅವರ ಸಂಸ್ಥೆಯನ್ನು ಬಳಸಬೇಕು ಅಂತ ಹೇಳಿದ್ದಾರೆ. ಅದಕ್ಕಾಗಿ ನಾವೆಲ್ಲ ಅದಕ್ಕೆ ಬೆಂಬಲಿಸೋಣ. അധ്യക്ഷ സ്പീച്ചിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ 100 ഏക്കറിൽ അടുത്ത സ്ഥലമുണ്ട്. ഈ ഔഷധ സസ്യം പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവർക്കൊക്കെ സഹകരിക്കണമെന്ന് അപേക്ഷപ്പെട്ടിരുന്നു. അപ്പൊ വൈദ്യ സമൂഹം നമ്മളെല്ലാവർക്കും പിന്തുണ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഇന്നിപ്പോ നമ്മൾ ആദരിച്ച സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. തന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ട്രെയിന് വന്നത്. അപ്പുറം ഇപ്പുറം 2 ട്രെയിന് വരുമ്പോഴാണ് ഒരു കുടുംബം അമ്മയും മകളും ജീവിതത്തിലെ അവസാനമായി ഇടുന്നു എന്ന് തീരുമാനിച്ചു പോയ ആ വ്യക്തി കുടുംബത്തെ ജീവൻ എല്ലാം ഒഴിച്ചു വിട്ട് അവിടെ പോയി എന്തെയും വരും 1 സെക്കൻഡ് വ്യത്യാസമാണ് അവിടെ പിടിച്ച് തട്ടി ട്രാക്കിന് താഴെയിട്ട് അവരെ സംരക്ഷിച്ചു. 1 വർഷം തന്നെ 7 ജീവനെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 1.5 കിലോമീറ്റർ ദൂരം വരെ ട്രാക്കിൽ തപ്പിപ്പോയി അപകടം സംഭവിച്ച വ്യക്തിയെ കൊണ്ടുപോകാൻ വ്യവസ്ഥയില്ലാതെ തന്നെ ഉടുത്ത കൊണ്ടിന് തന്നെ വിരിച്ച് അതിൽ കിടത്തി താങ്ങിക്കൊണ്ടുപോയ ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെയുള്ള നല്ല ഹൃദയങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിന് ഭാരതത്തിന് ആവശ്യമുള്ള. ആ ഹൃദയം നമ്മളുടെമാകട്ടെ, അവരിൽ ഭഗവാന്റെ അനുഗ്രഹമാകട്ടെ എന്ന് പറയുന്നത് വന്നിട്ടില്ല. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹമാവട്ടെ. കൃഷ്ണ ശാരദാ സ്ഥാപനം നമ്മുടെ ആശ്രമത്തിൽ ഓരോ മാസവും നടക്കുന്ന ആയുർവേദ ക്യാമ്പിൽ അവരെ എല്ലാവരും പിന്തുണയും നമ്മളെ കൂടെയുണ്ട്. പ്രസാദ് നേത്രാലയം അതിന്റെയും സപ്പോർട്ട് ഉണ്ട്. ഇവിടെ നടക്കുന്ന കഴിഞ്ഞ അവിടുന്ന് സ്കൂളിൽ നിന്ന് അവര് കുട്ടികളെ കൊണ്ടുവന്നു. ഇന്നും കുട്ടികൾ വന്ന് ഇവിടെ സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ മഠമായിട്ട് നല്ല പിന്തുണ സ്ഥാപനമാണ് നമ്മുടെ രവി പുരാണിന്റെ ഈ സമയത്ത് ഞാൻ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ಸಂಸ್ಕೃತವು ನಮ್ಮ ಭಾಷೆ ಎಂಬುದನ್ನು ಒತ್ತಿ ಹೇಳಬೇಕು. ಸಂಸ್ಕೃತ ಭಾಷೆಗೆ ನಾವು ಉಪಯೋಗ ಇಲ್ಲದ ಭಾಷೆಯಿಂದ ಹೇಳಿದ್ರೆ ನಮ್ಮ ಭಾಷೆಯ ಅಪಾಯ ಇದೆ. ಇದು ನಮ್ಮ ದೇವ ಭಾಷೆ. ಹಾಗಾಗಿ ಸಂಸ್ಕೃತ ಭಾಷೆಯ ಬಗ್ಗೆ, ತುಳುವಿನ ಬಗ್ಗೆ, ಎರಡರ ಬಗ್ಗೆಯೂ ನಾವು ಸೆನ್ಸಸ್ ಬಂದಾಗ ಹೇಳಿಕೊಳ್ಬೇಕು. ಅದನ್ನ ನಾವು ಉಪಯೋಗ ಮಾಡುವ ಭಾಷೆ ಎಂದು ತಿಳಿಸಬೇಕು. വീട്ടിൽ ഇപ്പം സെൻസസ് നടക്കുമ്പോൾ ഗവൺമെന്റ് ഇത് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗമാവുന്ന എല്ലാ ഭാഷയെ കുറിച്ചിട്ടും അറിയിക്കണം. അതിന്റെ കൂടെ സംസ്കൃത ഭാഷയെ കുറിച്ചിട്ടും നമ്മൾ ഉപയോഗം ചെയ്യുന്ന ഭാഷ എന്ന് അറിയിക്കണമെന്ന് ഞാൻ പറയുന്നു. കൂടെ നമ്മുടെ ശരീരയുടെ ഭാര്യ അവരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരും ഈ സമയത്ത് അവരെ എല്ലാ കാര്യങ്ങളും പിന്തുണ ചെയ്യുന്ന അഭിവാദനം അറിയിക്കണം. ರೈಲ್ವೆ ಹಳಿಯ ಮೂಲಕ ಸಾಗುತ್ತಿರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಅತ್ಯಂತ ಸಮೀಪದಲ್ಲಿ ರೈಲು ಬರುತ್ತಿರುವುದನ್ನು ಗಮನಿಸಿ ತನ್ನ ಪ್ರಾಣವನ್ನು ಲೆಕ್ಕಿಸದೆ ಆತನ ಜೀವವನ್ನು, ಅಮೂಲ್ಯ ಜೀವವನ್ನು ಉಳಿಸಿದಂಥ ಇವರಿಗೆ ನಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದೀಗ ಔಷಧಿ 2026ರ ಪ್ರಶಸ್ತಿ ಪ್ರದಾನ ನಡೀತಾ ಇದೆ. ಪೂಜ್ಯ ಗುರುವರಿಯಿಂದ ಶಾಲನ್ನ ಪಡೆದುಕೊಳ್ತಾ ಇದ್ದಾರೆ. ಅದೇ ರೀತಿ ಅತಿಥಿಗಳ ಕೈಯಿಂದ ಆ ಪ್ರಶಸ್ತಿಯನ್ನು ಪಡೆದುಕೊಡಬೇಕಾಗಿ ವಿನಂತಿ ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಸೇರಿದಂತಹ ಎಲ್ಲ ಅತಿಥಿ ಗಣ್ಯರು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿ ಪ್ರೀತಿ
ಪೂರಕ ವಿನಂತಿಯನ್ನು ಮಾಡಿಕೊಡ್ತಾ ಇದ್ದೇವೆ. ಕೇರಳದ ಸಂಸದರಾದಂತಹ ಕೊಂಡೂರಿನ ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಹಿರಿಯರು ಕೂಡ ಪರಮಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ಗುರೂಜಿಯವರಿಂದ ಆಶೀರ್ವಾದವನ್ನು ಪಡ್ಕೊಳ್ಬೇಕು ಅಂತೇಳಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಈ ಕಾರ್ಯಕ್ರಮ ಅಲಂಕರಿಸಬೇಕು. ಎಲ್ಲರೂ ಸಾವಕಾಶವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು. ಈ ಔಷಧ ಶ್ರೀ ನಿತ್ಯಾನಂದ ಆಯುರ್ವೇದ ಸಂರಕ್ಷಣಾ ಸಮಿತಿ ಕೇರಳ ಈ ಘಟಕದ ಎಲ್ಲ ಸದಸ್ಯರಿಗೆ ഈ സജീവമാണ്. എന്റെ സ്ഥലം റിയലി പൊന്നാനിയാണ്. ഇപ്പം പാലക്കാടാണ് താമസിക്കുന്നത്. പാലക്കാട് ആയുഷ് എന്ന പേരിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. എക്സ്പെഷ്യലി ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീഡ്സ് ബേസ് ചെയ്തുള്ള റിസർച്ചാണ്. എല്ലാവരും കളകൾ എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന പ്ലാന്റുകൾ. അവ കളകളല്ല, മനുഷ്യരാശിയുടെ ഉദ്ധാരകനാണ് കളകൾ എന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസം മാത്രമല്ല, ആ പ്രത്യയ ശാസ്ത്രത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നേവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം കേരളത്തിന് പുറത്തുമായിട്ട് 1200ഓളം സദ്യകളും എന്റെ സെമിനാറുകളും അന്നം ഔഷധം എന്ന പേരിൽ സെമിനാറുകളും സദ്യകളും നടന്നു. നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്ന നമ്മൾ യാതൊരു വിലമതിപ്പും കൊടുക്കാത്ത കളകൾ എന്ന് പറയുന്ന പാഴ്ചെടികളെ അതിന്റെ ഔഷധ ഗുണത്തെയും ഭക്ഷണ മൂല്യത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാദിഷ്ടമായ വരും തലമുറയ്ക്ക് പ്രയോജനപ്രദമായ ഒരു ഭക്ഷണമാക്കി മാറ്റുക എന്ന ഒരു സംസ്കാരമാണ് ഞാനിന്ന് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിന്റെ ഭാഗമായിട്ട് ഉപ്പള നിത്യാനന്ദ ആശ്രമത്തില് എന്റെ അന്നം ഔഷധം സദ്യ നടന്നു. അതിൽ നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്ന നമ്മൾ തികച്ചും എഴുതി തള്ളുന്ന പല ചെടികളാണ് നമ്മൾ ഭക്ഷണമാക്കി മാറ്റിയിരിക്കുന്നത്. ഉദാഹരണമായി പാറകം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അത് ഫിക്കസ് ഗിർഗോട്ട എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. പാറകം, ചുഴലി പാറകം എന്നൊക്കെ പറയും. അത് കുളം നമ്മളെ വെള്ളമുള്ള ഭാഗങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പം ഇപ്പൊ നമ്മളിവിടെ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ചാർ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും ഇത് അച്ചാറായിട്ട് യൂസ് ചെയ്യാം. അതായത് കുടൽ പുണ്ണിനെയും കുടലിനെയും ശുദ്ധീകരിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയില് പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് പാറകം എന്ന് പറയുന്നത്. അതിന്റെ ഇലയും അതുപോലെ തന്നെ കായയും. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് കാട്ടുചീര കൊണ്ടൊരു പച്ചടിയായിരുന്നു. കാട്ടുചീര കൊണ്ട് പച്ചടി എന്ന് പറയുന്നത് അത് നമ്മൾ അൾക്കാൻഡ്ര ബ്രസീലിന എന്ന് പറയുന്ന ബ്രസീലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു വലിയ കളയാണ്. ഈ കള എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന
ഇറ്റ്ലിസ്റ്റുകൾ പെട്ട ഒരു ഇൻവാസീവ് സ്പീഷീസ് ആണ്. പക്ഷേ ആ ചെടികളുടെ മൂല്യം, ഔഷധ മൂല്യം എന്ന് പറയുന്നത് തൈറോയിഡ് എന്ന് പറയുന്ന മാറാരോഗത്തിന്റെ തികച്ചും ശാശ്വത പരിഹാരമാണ്. പിന്നെ ബ്ലഡിന്റെ പ്രൊഫൈൽ സ്റ്റാറ്റിക്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ബ്ലഡിനെ ക്യൂട്ടാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രത്യൗഷധമാണ് നമ്മുടെ ബ്രസീലിന ആൾട്ടർനേറ്റ എന്ന് പറയുന്ന കാട്ടുചീര. കാട്ടുചീര കൊണ്ടുള്ള പച്ചടിയാണ് ചെയ്തിരുന്നത്. പിന്നെ വാഴയില എന്ന് പറയുമ്പോൾ നമുക്ക് വാഴയില ഭക്ഷണം വിളമ്പാനുള്ള ഒരു സോഴ്സ് മാത്രമായിട്ടാണ് നമ്മൾ വാഴയിലെ കാണുന്നത്. പക്ഷെ വാഴയില എന്ന് പറയുന്നത് ഇൻസുലിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. അതായത് വാഴയുടെ ഇലയിൽ നടന്ന പരീക്ഷണങ്ങള് ഇൻസുലിൻ ഡെറിവേറ്റീവ് സിറം എന്നാണ് വാഴയുടെ ഇലയിലൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസിന് പേരും. അപ്പോൾ അത്രമാത്രം പോഷക സമ്പന്നമായ ഡയബറ്റിക് പേഷ്യൻസിന് ഒരു സുഹൃത്തായ ഒരു സാധനമാണ് വാഴയില, ഒരു സോഴ്സാണ് വാഴയില. ആ വാഴയില കൊണ്ടുള്ള തോരനാണ് ഇന്നത്തെ ഒരു വിഭവം എന്ന് പറയുന്നത്. പിന്നെ മഷിത്തണ്ട്, പിപ്പർമിയ പെല്ലുസിഡ എന്ന് പറയുന്ന മഷിത്തണ്ട്, അത് ഈ മഷിത്തണ്ട് കൊണ്ടാണ് മഷിത്തണ്ടും നമ്മുടെ ബനാന സ്റ്റാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സാലഡ് ആയിരുന്നു. അപ്പോൾ മഷിത്തണ്ട് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് PCOD, PCOSന് വളരെ സപ്പോർട്ടീവായ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പില്ലർമിയ പെപ്പിസിഡ എന്ന് പറയുന്ന മഷിത്തണ്ടും അതുപോലൊപ്പം തന്നെ നമ്മൾ അതിനോട് ചേർത്തിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടിയും. ഇതായിരുന്നു ഇന്നത്തെ ഇതാണ് നമ്മുടെ സാലഡ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കറി എന്ന് പറയുന്നത് നമ്മുടെ തോടുകളും കുളങ്ങളും എല്ലാം പൂർണ്ണമായി കീഴടക്കുന്ന ബ്രസീലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു കളയാണ്. ഈ കള എന്ന് പറയുന്നത് വളരെ പോഷക സമ്പന്നമാണെന്നാണ് അതിന്റെ പ്രത്യേകത. അതായത് നമ്മളെ ബ്രഹ്മിയോടും മുത്തുകളോടൊക്കെ കിടപിടിക്കാൻ സഹായിക്കുന്ന അത്രയും ന്യൂറോട്ടിക് ആക്ടിവിറ്റിയുള്ള ഒരു കളയാണ് ഇത്. ഈ പ്ലാന്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുകൂട്ടുകറിയായ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഔഷധ കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കൊങ്ങിണി പ്ലാന്റ്, ലെന്റാന ക്യാമറ എന്ന് പറയുന്ന കൊങ്ങിണി പ്ലാന്റ് കൊണ്ടാണ് അത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഔഷധ ഗുണങ്ങൾക്ക്, അതായത് ഇൻഫ്ലമേഷന് കുറച്ച് ജീൻ ലെവലിനെ വളരെ ക്യൂട്ടാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലെന്റാന ക്യാമറ. ലെന്റാന ക്യാമറയെ പച്ചമുളകും ചേർത്ത കുടിവെള്ളമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മസാലക്കറി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന്റെ പേര് നമ്മുടെ വാഴക്കള എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. ഈ വാഴക്കളയാണ് ഇത് നമ്മുടെ മസാലക്കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. സ്വാദിഷ്ടമായപ്പോൾ ഇതിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നമ്മുടെ വാഴക്കള എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 10ഓളം വിഭവങ്ങളുടെ ഔഷധ സദ്യയാണ് ഇന്ന് ഉപ്പള ആശ്രമത്തിൽ ഞാൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ಔಷಧ ಗಂಜಿಗಳು ಹೀಗೆ ಆಯುರ್ವೇದ ಔಷಧ ಗಂಜಿಗಳು ಒಂದು ಕುಂಬಳಕಾಯಿ ಪಾಯಸ, ಕುಂಬಳಕಾಯಿ ಚಟ್ನಿ, ಕಾಳು ಹತ್ತಿ ಉಪ್ಪಿನಕಾಯಿ, ಬಾಳೆ ದಿಂಡು ಹಾಗೂ ನೆಲಮೆಣಸು ಮಿಶ್ರ ಸಲಾಡ್, ಪ್ಲಕ್ಕಡಿ ಸೊಪ್ಪಿನ ಫ್ರೈ, ಕಪ್ಪು ಹೊಲೆ ಚಟ್ನಿ, ಬಾಳೆ ಎಲೆ ಪಲ್ಯ, ಕೊಮ್ಮಿ ಸೊಪ್ಪು ಮತ್ತು ನೆಲಬಸಳೆ ಗಸಿ, ಔಷಧ ಗಂಜಿ, ಅಂಡಿ ಸೊಪ್ಪಿನ ಸಾಂಬಾರ್, ಔಷಧ ಗಂಜಿ 2 ಬಾರಿ, ಹುಣಸೆ ಎಲೆ ರಸಂ, ನೆಲ್ಲಿಕಾಯಿ ಚಟ್ನಿ, 10 ಎಲೆ ಸೊಪ್ಪಿನ ಪಲ್ಯ, ಅನ್ನ, ಕುಚ್ಚಕ್ಕಿ, ಅಂಡಿ ಸೊಪ್ಪಿನ ಸಾಂಬಾರ್, ಔಷಧ ಪಾಯಸ, ಔಷಧ ಕುಡಿಯುವ ನೀರು. ಹೀಗೆ 17 ಬಗೆಯ ಔಷಧಿಕವಾದ ನೀರು ಸೇರಿಸಿಕೊಂಡು ಬೇರೆ ಬೇರೆ ಔಷಧಿ ಗಿಡಮೂಲಿಕೆಗಳಿಂದ ಬಹಳ ಕಷ್ಟಪಟ್ಟು ನಮ್ಮ ಪ್ರಾಯಕರು ನಿನ್ನೆಯಿಂದ ಸತತವಾಗಿ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಈ ಔಷಧೀಯ ಗುಣದ ಗಂಜಿಯನ್ನ ಒದಗಿಸಿದ್ದಾರೆ. ಇದಕ್ಕೆ ಅನೇಕ ಮಾನಸಿಕರು ಕೇರಳದಿಂದ ಬಂದಿದ್ದಾರೆ.
ಬೇರೆ ಜನರ ಸಹಕರಿಸಿದ್ದಾರೆ. ಎಲ್ಲ ಕಾರ್ಯಕರ್ತರಿಗೆ ಮತ್ತು ಈ ಔಷಧೀಯ ಗುಣದ ಎಲ್ಲ ಪರಿಕರಗಳನ್ನು ಒದಗಿಸಿಕೊಟ್ಟ ಈ ಶಾಲೆಯ ಹೆತ್ತವರಿಗೆ